സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വിശാഖപട്ടണം കേരള കലാസമിതിയുടെ കേരളപ്പിറവി ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കഥാപ്രസംഗം അവതരിപ്പിക്കുവാൻ ഞങ്ങൾക്കേവർക്കും സുപരിചിതനായി കാർത്തികൻ എടക്കൊച്ചി പ്രഭാകരന്റെ മകൻ എടക്കൊച്ചി സലിം കുമാറിന് മഹാഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. അതിനായി അവസരമുണ്ടാക്കിയിരിക്കുന്ന സ്നേഹധനരായ ഇതിന്റെ സംഘാടക പ്രതിനിധി എൻ്റെ ആത്മമിത്രം ARG മേനോൻ അവർക്കും, സെക്രട്ടറി ലൈല ഗണേശൻ, ട്രഷറർ സുരേഷ്, പ്രോഗ്രാം സെക്രട്ടറി ശ്രീകുമാർ, മറ്റ് എല്ലാ സുഹൃത്തുക്കൾക്കും പ്രതിനിധികൾക്കും സംഘാടക മിത്രങ്ങൾക്കും കഥാപ്രസംഗം കേൾക്കുവാൻ സ്നേഹപൂർവ്വം സമ്മേളിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ സീമാതീതമായി നന്ദിയും കടപ്പാടും ആദ്യമായി നല്ല വാക്കുകളിലൂടെ അറിയിക്കുകയാണ്. എന്റെ ഈ വർഷത്തെ പുതിയ കഥകളിലൊന്നായ ഈ പ്രമേയം അവതരിപ്പിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് കേരളപ്പിറവിയുടെ അതിവിപുലമായ സമ്പന്നമായ ഒരാഘോഷത്തിന്റെ ഭാഗമായി ഇന്നിവിടെ ചീഫ് ഗസ്റ്റായി എത്തിച്ചേർന്നത് എൻ്റെ മറ്റൊരു ആത്മമിത്രമായ ശ്രീ ശ്രീജിത്ത് പണിക്കർ അവർകളാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എനിക്ക് കൂടുതൽ കരുത്ത് പകരുന്നു. ഞങ്ങൾ ഒരുമിച്ച് അമൃത ചാനലിൽ ഒരു പ്രോഗ്രാമായി ബന്ധപ്പെട്ട് സഹകരിച്ചിട്ടുണ്ട്. മലയാളി കൂട്ടായ്മയിൽ അത്യുജ്വലമായ പരിപാടികളോടുകൂടി അവതരിപ്പിക്കപ്പെടുന്ന അതിശ്രേഷ്ഠമായ സമ്പന്നമായ 58ാമത്തെ കഥ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ വാട്സപ്പ് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുതിയ മുഖമാണ്. വിവര സാങ്കേതിക വിദ്യയുടെ പുതിയ രൂപമാണ് വാട്സപ്പ്. വാട്സപ്പില്ലാതെ എനിക്ക് നിങ്ങൾക്ക് അങ്ങ് ജീവിച്ചു പോവുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. പാല് അടപ്പത്ത് വെച്ച് എപ്പോഴും ചെന്ന് നോക്കുന്നത് പോലെയാണ് വാട്സപ്പുള്ള മനുഷ്യന്റെ സ്ഥിതി. എപ്പോഴും വാട്സപ്പ് പരിശോധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ വാട്സപ്പിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, അറിയാനുണ്ട്, അങ്ങ് സമർപ്പിക്കുവാനൊക്കെ ഉണ്ട്. ഈ വാട്സപ്പിൽ മാത്രമല്ല FB ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ട്വിറ്റർ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. ഇതിനൊക്കെ ഗുണവും ദോഷവും ഉണ്ട്. ദോഷമാണ് സുഹൃത്തുക്കളെ ഈ കഥ നിങ്ങളോട് പറയാൻ ഞാൻ ഒരുങ്ങുന്നത്. ഗുണത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഈ പ്രോഗ്രാം നമ്മുടെ പ്രിയപ്പെട്ട പ്രോഗ്രാം കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീകുമാർ മുമ്പിലേക്ക് വന്ന് ഈ പ്രോഗ്രാം ഒന്ന് പകർത്തി കഴിഞ്ഞാൽ അടുത്ത ക്ഷണം ഇത് അമേരിക്കൻ പ്രസിഡന്റ് നമ്മുടെ ഡൊണാൾഡ് ട്രംപിന് ഇതയക്കണമെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഡൊണാൾഡ് ട്രംപ് എടക്കൊച്ചി സലിംകുമാറിന്റെ കഥാപ്രസംഗം അങ്ങ് ആസ്വദിക്കുക. അവിടുന്ന് സംഭവവികാസങ്ങൾ എന്തെങ്കിലും നമുക്കറിയണോ ഉടനെ നമുക്ക് അറിയാനുള്ള വലിയ ഒരു വൈവിധ്യമാണ് നമ്മുടെ ഈ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധതയുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്നത്. എന്നാൽ ബഹുമാന്യ സുഹൃത്തുക്കളെ, ഈ വാട്സപ്പ് സന്ദേശം വന്നിരിക്കുന്നത് അമേരിക്കയിൽ നിന്നോ ഫ്രാൻസിൽ നിന്നോ ജർമ്മനിയിൽ നിന്നോ ബ്രിട്ടനിൽ നിന്നോ ഒന്നുമല്ല. ഈ വാട്സപ്പ് മെസ്സേജ് വന്നിരിക്കുന്നത് സ്വർഗത്തിൽ നിന്നാണ്. അതാരാണോ സ്വർഗത്തിൽ നിന്ന് എടക്കൊച്ചി സലിംകുമാറിന് വാട്സപ്പ് അയക്കുവാൻ അങ്ങനെ ഒരാളുണ്ട്. നിങ്ങൾ എല്ലാവരും വർഷങ്ങൾക്ക് മുമ്പേ പ്രണയിച്ചു പറഞ്ഞയച്ച അഭിവന്ദനായ എന്റെ പിതാവ് എടക്കൊച്ചി പ്രഭാകരൻ, അദ്ദേഹം വിസ്മൃതനായിട്ട് ബഹുമാനരെ ഇന്നേക്ക് 19 വർഷം തികയുകയാണ്. അച്ഛന്റെ മരണം സംഭവിക്കുന്നത് 2005-ലാണ്. 2005 ശേഷമുള്ള ഓരോ വർഷവും അച്ഛന്റെ അനുസ്മരണ പരിപാടി ഗംഭീരമായി കൊച്ചിയിലങ്ങ് കൊണ്ടാടി വരികയാണ്. ഏതായാലും കഴിഞ്ഞ വർഷവും അച്ഛന്റെ അനുസ്മരണം നടത്തി ഞാൻ വീട്ടിൽ വന്ന് കയറുമ്പോൾ നേരം രാത്രി 11 മണിയായിട്ടുണ്ട്. കുറെ കലാപരിപാടികൾ അവരെല്ലാം പറഞ്ഞയച്ചു. വീട്ടിലെത്തുമ്പോൾ രാത്രിയായി. ഭാര്യ വിളിച്ചൊന്നിപ്പിച്ചു, വാതിൽ തുറന്നു. ഭക്ഷണം എടുക്കാനുള്ള തത്രപ്പാടാണ്. വേണ്ട, ആഹാരമൊന്നും വേണ്ട. വന്ന പാടെ ഞാൻ കട്ടിൽ കയറി അങ്ങ് കിടന്നു. ഉറക്കമായി. മനസ്സിൽ നിറയെ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ. അച്ഛൻ ഞങ്ങളെ പിരിഞ്ഞിട്ട് ഇത്രയും വർഷമായില്ലേ. അച്ഛന്റെ ഓർമ്മകളുമായി ഞാൻ കിടന്ന പാടെ ഉറങ്ങി. എന്റെ മനസ്സ് സ്വപ്ന ലോകത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. ഞാൻ കാണുന്ന സ്വപ്നം സ്വർഗഭൂമിക, ദേവേന്ദ്രന്റെ ആധിപത്യമുള്ള സ്ഥലം. സിംഹാസനസ്ഥനായി ദേവേന്ദ്രൻ ഇരിക്കുന്നു. തൊട്ടടുത്ത ലലനാമണികൾ കുറച്ചു പേര്, ഉർവശി, മേനക, രംഭ, തിലോത്തമ, ഇതിനോടൊക്കെ സംബന്ധിച്ച് അദ്ദേഹം കഴിഞ്ഞുകൂടുന്ന സമയത്ത് എന്റെ മനസ്സ് സ്വർഗഭൂമിയിൽ എത്തിയിരിക്കുന്നു. ഞാൻ അന്വേഷിക്കുന്നത് എന്റെ അച്ഛനെയാണ്. ഇക്കാലം അത്രയും ജനങ്ങളുടെ ഈ സാധാരണക്കാരുടെ കഥ പറഞ്ഞ കഥാപ്രസംഗങ്ങൾ സ്വർഗഭൂമിയിൽ എത്തിയില്ലേ? അതാണ് എന്റെ സംശയം. അവിടെ ഒന്നും അച്ഛനെ കാണാനില്ല. അച്ഛനെയും ഞാൻ നോക്കി ദുഃഖാർത്തനായി സ്വർഗഭൂമിയിൽ നിൽക്കുമ്പോ പെട്ടെന്ന് ഒരു അവതരണഗാനം കേൾക്കാം. ഞാൻ ആ അവതരണഗാനം ശ്രദ്ധിച്ചു. അല്ല, ഇത്
എന്റെ അച്ഛൻ ഇടക്കൊച്ചി പ്രഭാകരന്റെ ആ പഴയ അവതരണ ഗാനമല്ലേ ഞാൻ കേൾക്കുന്നത്? മണ്ണിൽ, ഈ നല്ല മണ്ണിൽ ഇന്നീ വിടന്നു നിൽക്കും കുങ്കുമപ്പൂവുകൾക്ക് ചെന്നീറമാരുതന്നു, ചെന്നീറമാരുതന്നു. മണ്ണിൽ, ഈ നല്ല മണ്ണിൽ ഇന്നീ വിടന്നു നിൽക്കും കുങ്കുമപ്പൂവുകൾക്ക് ചെന്നീറമാരുതന്നു, ചെന്നീറമാരുതന്നു. അന്തിച്ചുവപ്പു കലർന്നതല്ല, അമ്പിളി മാനത്തുതിച്ചതല്ല. അന്തിച്ചുവപ്പു കലർന്നതല്ല, അമ്പിളി മാനത്തുതിച്ചതല്ല. പൊൻതിരുവാതിര പൂത്തതല്ല, കണ്ണീര് വെറും കുതിർന്ന മണ്ണിൽ. പൊൻതിരുവാതിര പൂത്തതല്ല, കണ്ണീര് വെറും കുതിർന്ന മണ്ണിൽ. മണ്ണിൽ, ഈ നല്ല മണ്ണിൽ ഇന്നീ വിടന്നു നിൽക്കും കുങ്കുമപ്പൂവുകൾക്ക് ചെന്നീറമാരുതന്നു, ചെന്നീറമാരുതന്നു. ഇടക്കൊച്ചി പ്രഭാകരന്റെ അവതരണ കാലം ശ്രദ്ധിച്ച് ഞാൻ സ്വർഗഭൂമി നിൽക്കുമ്പോഴാണ് അച്ഛൻ എന്നെ കണ്ടത്. അല്ല, ഇതാര് സൽകുമാർ, നീ എന്താ ഇവിടെ? മരിച്ചിട്ടെങ്ങനെ വെച്ചതാണോ? അച്ഛൻ, ഞാൻ മരിച്ചിട്ടില്ല. അച്ഛനെ കുറിച്ച് ഓർമ്മകളുമായി ഞാനും കുടുംബവും കഴിഞ്ഞുകൂടുകയാണ് വല്ലാത്ത ദുഃഖത്തോടു കൂടി. ഇത്രയും വർഷമായില്ലേ അച്ഛൻ ഞങ്ങളെ പിരിഞ്ഞു പോന്നിട്ട്? ഓഹോ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. എടാ മോനെ, നിന്റെ പുതിയ കഥയുടെ കാര്യം എവിടെ വരെയായി? അച്ഛൻ, എനിക്ക് ഈ വർഷം പുതിയ കഥ എടുക്കാൻ കഴിഞ്ഞില്ല. ഓരോ വർഷവും ഞാൻ പുതിയ കഥ എടുക്കുന്ന ആളാ. പക്ഷെ ഈ വർഷം ഏത് കഥ എടുക്കണം എന്ന പ്രതിസന്ധിയിൽ ഞാൻ നിൽക്കുകയാണ്. നിന്റെയൊക്കെ കുഴപ്പം ഇതാ. എടാ, ഞാനും കിടാമംഗലവും വിസാംബിച്ചതൊക്കെ ഉള്ള കാലഘട്ടത്തില് ഞങ്ങൾ മത്സര ബുദ്ധിയോട് കൂടിയാണ് ഞങ്ങൾ കഥ അവതരിപ്പിച്ചത്. പക്ഷെ നിന്റെ തലമുറയുണ്ടല്ലോ, ആ തലമുറ വളർന്നു വന്നപ്പോ പുതിയ കഥ ജനങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയാതായി. ഏതായാലും നിനക്ക് പുതിയ കഥയില്ലെങ്കിൽ മോനെ, നിനക്ക് വാട്സപ്പ് ഉണ്ടോ? അച്ഛൻ, എനിക്ക് വാട്സപ്പ് ഉണ്ട്. അച്ഛനുണ്ടോ വാട്സപ്പ്? എനിക്കും കിട്ടിയടാ ഒരു വാട്സപ്പ്. ഈ അടുത്തൊരു മൊബൈൽ മുതലാളി ആക്സിഡന്റിൽ ചത്തൊടുങ്ങി പുള്ളിക്കാരനെ എത്തിയിട്ടുണ്ട്. ഈ മുതലാളിക്ക് ദേവേന്ദ്രനുമായി വലിയ അടുപ്പമാണ്. ഇദ്ദേഹത്തെ കഥ പറഞ്ഞ് ഞാൻ കേൾപ്പിക്കുന്നതുകൊണ്ട് ഈ മൊബൈൽ മുതലാളി ഒരു സ്മാർട്ട് ഫോൺ ദേവേന്ദ്രന് സമ്മാനിച്ചു. ദേവേന്ദ്രന് എന്നോട് താല്പര്യം തോന്നി ആ സ്മാർട്ട് ഫോൺ എനിക്ക് തന്നിട്ടുണ്ട്. അതിന് വാട്സപ്പ് സന്ദേശം അയക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. ഇതിലൂടെ ഞാൻ നിനക്കൊരു കഥ അയച്ചിട്ടുണ്ട്. നീ ആ കഥയൊന്ന് വായിക്കൂ. ഈ വർഷത്തെ ഈ കഥാന്തരണത്തിന് ഏറ്റവും സമുജ്വലമായ ഒരു കഥയായിരിക്കും അത്. നീ ഒന്ന് വായിച്ചു നോക്കൂ. ബഹുമാന്യ സുഹൃത്തുക്കളെ, അച്ഛൻ എനിക്ക് അയച്ചു തന്ന കഥ, സ്വർഗഭൂമിയിൽ നിന്ന് വായിച്ചു തന്ന കഥ, വാട്സാപ്പിലൂടെ അയച്ചു തന്ന കഥ. ഈ കഥയ്ക്ക് ഞാൻ എന്ത് പേരാണ് ഇടേണ്ടത്? ആലോചിച്ചിട്ട് ഒരു പേരും എനിക്ക് പിടികിട്ടിയില്ല. ഒടുവിലൊരു പേര് ഞാൻ അങ്ങ് നിശ്ചയിച്ചു. സ്വർഗത്തിൽ നിന്ന് ഒരു വാട്സാപ്പ്. സ്വർലോകത്തിൻ കഥയല്ല, സ്വപ്നങ്ങളുടെ കഥയല്ല. സ്വർലോകത്തിൻ കഥയല്ല, സ്വപ്നങ്ങളുടെ കഥയല്ല. കലിയുഗത്തിൻ ഇരുളിലുറങ്ങും ജീവിത വിലാപമാർന്ന കഥ. കലിയുഗത്തിൻ ഇരുളിലുറങ്ങും ജീവിത വിലാപമാർന്ന കഥ. സ്വർലോകത്തിൻ കഥയല്ല, സ്വപ്നങ്ങളുടെ കഥയല്ല. കലിയുഗത്തിൻ ഇരുളിലുറങ്ങും ജീവിത വിലാപമാർന്ന കഥ. ജീവിത വിലാപമാർന്ന കഥ. ജീവിത വിലാപമാർന്ന കഥ. കൃത്യമായും 7 മണിക്ക് കഥാപുസ്തകം തുടങ്ങുമെന്നാണ് സംഘാടകർ എന്നെ അറിയിച്ചത്. ഞാൻ ഇന്നലെ ഇവിടെ എത്തിയ ആളാണ്. ഇന്ന് രാവിലെ തന്നെ ഉണ്ണിത്താൻ സാറിന്റെ ആ നിർദ്ദേശത്തോടു കൂടി പ്രിയങ്കരനായ അയ്യപ്പൻ ചേട്ടൻ ഒരു അച്ഛൻ മക്കളെ എങ്ങനെ കൊണ്ടുപോകും, അതുപോലെയാണ് ഇന്ന് വിശാഖപട്ടണത്തുള്ള ക്ഷേത്രവും കാര്യങ്ങളും ഒക്കെ ഞങ്ങളെ കാണിച്ചു തന്നത്. അയ്യപ്പൻ ചേട്ടനെ ഞാൻ സ്മരിക്കുകയാണ്. ഹൃദ്യമായ നന്ദി സ്നേഹവും എൻ്റെ പ്രിയപ്പെട്ട അയ്യപ്പൻ ചേട്ടന് അർപ്പിച്ചുകൊണ്ട്, സുഹൃത്തുക്കളെ,
വൈകിയ സമയം നിങ്ങൾ പരിഗണിക്കുമെന്ന് കണക്കിലെടുത്തുകൊണ്ട് കഥാപരിപാടി ഞാൻ തുടങ്ങുകയാണ്. ഒരു 1.5 മണിക്കൂർ സമയം എനിക്ക് വേണ്ടി ഇരുന്നു തരണം. നിങ്ങളെ പോലെ ഭക്ഷണന്റെ ഒരു കഥയാണ് ഞാനും സംഘവും നൽകുന്നത്. നമുക്ക് ഒരുമിച്ചിന്ന് ഈ കേരളത്തിൽ ഈ ദിവസം ആഹാരം കഴിച്ച് നമുക്ക് സന്തോഷമായി പിരിയാം. നിങ്ങളുടെ പരിപൂർണ സഹകരണം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് അനുമതിയോടുകൂടി ഞാൻ ആരംഭിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു വേഴ്സ്. കഥ തുടങ്ങുന്നത് 30 വർഷത്തിന് മുൻപാണ്. 30 വർഷത്തിന് മുൻപ് എറണാകുളം ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് അർദ്ധരാത്രി കഴിഞ്ഞ സമയം പലരും പല സ്ഥലങ്ങളിലേക്ക് പോകേണ്ട യാത്രികർ അസ്വസ്ഥരായി അവർ ആ സ്റ്റാൻഡിൽ കഴിഞ്ഞുകൂടുകയാണ്. ഈ സമയമുണ്ട് എറണാകുളം ബോർഡ് വെച്ചൊരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് സ്റ്റാൻഡിൽ വന്ന് ചേരുന്നു. ആ വണ്ടി നിന്നപാട് വണ്ടിയിൽ നിന്ന് അവസാനത്തെ യാത്രികർ 4-5 പേര് താഴേക്കിറങ്ങുന്നു. അക്കൂട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും പരിചിതനായ ഒരു പ്രസിദ്ധ കലാകാരൻ താഴേക്കിറങ്ങുന്നു. ഒരു ചാക്യാർ കൂത്ത് കലാകാരൻ. അദ്ദേഹം കുറച്ച് നേരമായി എഴുന്നേറ്റിരിക്കുന്നത്. ഒന്നിരിക്കാൻ പറയൂ. നിങ്ങൾ ആരും നോക്കണ്ട. ആ ബസ്സിൽ എഴുന്നേറ്റിരിക്കുന്ന ആ കഥാപാത്രമാണ് ശ്രീമഠത്തിൽ സായിനാഥൻ ചാക്യാർ. അതിപ്രസിദ്ധനായ ഒരു കലാകാരൻ. തൃശൂർ ആലത്തൂർ ശിവക്ഷേത്രത്തിലെ പ്രോഗ്രാം കഴിഞ്ഞ് അദ്ദേഹം വന്നിറങ്ങിയ സമയമാണ്. താഴേക്കിറങ്ങുന്നു. പിന്നാലെ യാത്രികർ. അവരെല്ലാവരും തെക്ക് ഭാഗത്തുള്ള തട്ടുകടക്കരികിലേക്ക് ചെന്നു. ഒരു കട്ടൻ ചായ ഓർഡർ ചെയ്തു. തട്ടുകടക്കാരൻ ഗ്ലാസ്സിലേക്ക് ചായ പകരുന്ന സമയമുണ്ട്. കട്ടക്കൂരിട്ടിൽ നിന്ന് ഒരു പിഞ്ചു കുഞ്ഞിന്റെ കരച്ചിൽ ഉയർന്നു പൊങ്ങുകയാണ്. എല്ലാവരും ആ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് ശ്രദ്ധിക്കുകയാണ്. ഒരു കുഞ്ഞിൻ ദീനരോധനം കേൾക്കാം അകലയാ പൊന്തക്കാട്ടിൽ നിന്ന്. ഒരു കുഞ്ഞിൻ ദീനരോധനം കേൾക്കാം അകലയാ പൊന്തക്കാട്ടിൽ നിന്നും. പറ്റിട്ടേറെ നേരമായില്ല കഷ്ടം കൈയൊഴിഞ്ഞല്ലോ ദുഷ്ടമാകാ. ഒരു പിഞ്ചു കുഞ്ഞിന്റെ കരച്ചിൽ. ആ കലാകാരൻ ഗ്ലാസ് താഴേക്ക് ഇറക്കി വെച്ചു. അയാൾ ഓടുകയാണ് കരച്ചിൽ കേട്ട ഭാഗത്തേക്ക്. അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ പിന്നാലെ യാത്രികരും ഓടിക്കൂടി. ടോർച്ച് കൈവശം ഉള്ളിയാൽ മുന്നിലേക്ക് വന്ന് പറയുന്നു, സാർ 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 കുഞ്ഞ് സാർ. ഒരു കുറ്റിച്ചെടിക്ക് മുകളിൽ വെള്ള തുണിയിൽ പൊതിഞ്ഞ് ഒരു പിഞ്ചു കുഞ്ഞ് ജനിച്ചിട്ട് മണിക്കൂറുകൾ മാത്രമായിട്ടുള്ള ഒരു പിഞ്ചു പൈതൽ, ഒരു ആൺ പൈതൽ കിടന്ന് കരയുകയാണ്. ആ കരച്ചിൽ കണ്ടപ്പോൾ സഹിക്കുകയാതെ ഈ 40-കാരനായ കലാകാരൻ ആ കുഞ്ഞിനെ അങ്ങ് കോരിയെടുത്തു. സാംസ്കാരിക പ്രബുദ്ധമായ കേരളത്തിന്റെ ദയനീയ സ്ഥിതിയല്ലേ ഞാൻ ഈ കാണുന്നത്. ഹൃദയശൂന്യരായ ഏതെങ്കിലും മാതാപിതാക്കളായിരിക്കുമോ ഈ കുഞ്ഞിനെ ഈ കാറ്റിൽ ഉപേക്ഷിച്ചിരിക്കുക? അതല്ലെങ്കിൽ ദാരിദ്ര്യം ഒന്നുകൊണ്ട് ഈ കുഞ്ഞുപേക്ഷിക്കപ്പെട്ടതാണോ? അബദ്ധ സഞ്ചാരത്തിന്റെ പാപസന്തതിയാണോ ഈ കുഞ്ഞ്? അയാൾ ഓരോന്ന് ചിന്തിക്കുകയാണ്. അടുത്ത ക്ഷണം കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് ആ മനുഷ്യൻ വെളിച്ചത്തിലേക്ക് കടന്നു വരുന്നു. ഇഷ്ടാനുസാരം ജനിക്കാൻ കഴിയില്ല, ഇഷ്ടാനുസാരം മരിക്കുവാനും അറിയില്ല ആർക്കും. ആ പരമകാര്യം ഏതോ വിധിഹിതമാണ് സാരം. കുഞ്ഞിനെ ഹൃദയത്തോട് ചേർത്ത് അയാൾ വെളിച്ചത്തിലേക്ക് വരുമ്പോ ബഹുമാന്യ സുഹൃത്തുക്കളെ, നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങിയ ഒരു പോലീസ് ജീപ്പ് പാഞ്ഞ ഒന്ന് സ്റ്റാൻഡ് ചെയ്യുന്നു. SI-യും CI-യും പോലീസുകാരും ഒക്കെയുള്ള ആ പോലീസ് വാഹനം. അയാൾ ഭയന്നുപോയി. ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് മന്ദം നടന്ന് പോലീസ് വണ്ടിക്കരികിൽ എത്തുമ്പോൾ സബ് ഇൻസ്പെക്ടർ ചോദിക്കുന്നു, എന്താണ്? സർ, എൻ്റെ പേര് സായിനാഥൻ, ശ്രീമഠത്തിൽ സായിനാഥൻ ചാക്യാർ. ഞാനൊരു ചാക്യാർ കൂത്ത് കലാകാരനാണ്. പറഞ്ഞോളൂ, എന്താ നിങ്ങൾക്ക് അറിയിക്കാനുള്ളത്? മറ്റൊന്നുമല്ല സർ, ഈ കുഞ്ഞ് ആ കാട്ടിൽ ആരും ഉപേക്ഷിച്ച കുഞ്ഞാണ്. അത് അവരെ വണ്ടിയിൽ നിന്ന് താഴേക്ക് ചാടി ഇറങ്ങുകയാണ്. എന്താ പേര് പറഞ്ഞത്? സർ, സായിനാഥൻ. സായിനാഥൻ. വന്നോളൂ. എവിടെ കുഞ്ഞ് കിടക്കുന്നത്? അയാൾ ക്ഷണിച്ചോണ്ട് പോവുകയാണ്. ടോർച്ച് വിളി ഞാൻ മുന്നിലേക്ക് വന്നു. സാറേ, ഇവിടെ സർ കുഞ്ഞ് കിടന്നിരുന്നത്. ആ ടോർച്ച് വെളിച്ചത്തിൽ അവരെ പരിസരമെല്ലാം നിരീക്ഷിക്കുകയാണ്. അവരെന്തൊക്കെയാണ് രേഖപ്പെടുത്തി. വന്നോളൂ. സായിനാഥൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നോളൂ. ആ കുട്ടിയും എടുത്തുകൊണ്ട് പാവം മനുഷ്യൻ ജീപ്പിനരികിലെത്തി. അവരുടെ പ്രകൃതം അങ്ങ് മാറി. എന്താ നോക്കി നിൽക്കുന്നത്? എന്താണ് ഇനി പ്രത്യേകം ക്ഷണിക്കേണ്ടതുണ്ട്? വണ്ടിയിലേക്ക് കയറി. അവരുടെ കനത്ത ശബ്ദം കേട്ടപ്പോ പകച്ചുപോയ ഈ പാവത്താൻ ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ജീപ്പിലേക്ക് കയറി. പിന്നാലെ പോലീസുകാർ ആ ജീപ്പ് വണ്ടി ഇരട്ടിപ്പാഞ്ഞ് അകലേക്ക് കുതിക്കുമ്പോ ഈ കാഴ്ചകളെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് 2 കണ്ണുകൾ ഇരുളിൽ പതുങ്ങിയിരിക്കുകയാണ്.
രണ്ടു കണ്ണുകൾ, ആ കണ്ണുകൾ, രണ്ടു കണ്ണുകൾ, ആനന്ദ കഥയോടും ആ നിമിഷം, ആനന്ദ കഥയോടും ആ നിമിഷം, ഹൃദയത്തിൽ ഉത്സവം കുടിയേറ്റമായി, ജീവിതാരാമത്തിൽ പൂമഴയായി, ഹൃദയത്തിൽ ഉത്സവം കുടിയേറ്റമായി, ജീവിതാരാമത്തിൽ പൂമഴയായി, പൂമഴയായി, പൂമഴയായി. സുരക്ഷിതമായ കരങ്ങളിൽ ആ പിഞ്ചു പൈതൽ എത്തപ്പെട്ടു എന്ന സംതൃപ്തിയോടുകൂടി ഒളിവിൽ പതുങ്ങിയിരിക്കുന്ന ആ രണ്ട് കണ്ണുകൾ അവിടെ നിന്ന് അപ്രത്യക്ഷമാകുകയാണ്. ആ വണ്ടി ചെന്ന് നിൽക്കുന്നത് ജനറൽ ഹോസ്പിറ്റൽ. അതെ, എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ. അമ്മത്തൊട്ടിൽ കുഞ്ഞിനെ നിക്ഷേപിക്കുവാൻ പോലീസുകാർ തീരുമാനിച്ചിരിക്കുന്നു. അതുപ്രകാരം ഡോക്ടർമാർ, നഴ്സുമാരെത്തി അവരുടെ കയ്യിലേക്ക് ആ കുഞ്ഞിനെ സായിനാഥൻ കൈമാറുമ്പോൾ അയാൾ പോലീസുകാരോട് ചോദിക്കുന്നു, സർ, വിലവ് തോന്നുന്നില്ലെങ്കിൽ ഈ കുഞ്ഞിനെ, ഈ ആൺ പൈതലിനെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം സർ. നിങ്ങൾക്ക് ഈ രാജ്യത്തെ പറ്റി ഒന്നും അറിയില്ലാമുണ്ടോ? അനാഥമായി കിടക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിൽ കുറയാണ്. ഏറിയ ഭാഗവും പെൺകുഞ്ഞുങ്ങൾ ചത്ത നിലയിലാണ് കാണാറ്. ഇതിപ്പോ ആൺകുഞ്ഞാണ്. അല്ല, എന്താ മിസ്റ്റർ സായിനാഥൻ ഈ കുഞ്ഞിനെ നിങ്ങൾ ദത്തെടുത്ത് വളർത്താൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് മക്കളില്ലേ? സർ, എനിക്ക് മക്കളില്ല സർ. കല്യാണം കഴിഞ്ഞിട്ട് 10-15 വർഷമായി. എനിക്ക് മക്കളില്ല. ഓഹോ, അപ്പൊ കുഞ്ഞിനെ ദത്ത് വളർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. മിസ്റ്റർ, അനാഥമായി കിടക്കുന്ന കുഞ്ഞുങ്ങൾ അങ്ങനെ എടുത്തുകൊണ്ട് പോയി പെട്ടെന്ന് വളർത്താൻ പറ്റുന്ന അന്തരീക്ഷമല്ല ഇന്ത്യ മഹാരാജ്യത്തുള്ളത്. ഇവിടെ ഹൈക്കോടതി ജഡ്ജുണ്ട്, അദ്ദേഹത്തിന് അനുമതി വേണം. അതിനെന്താ ചെയ്യേണ്ടത്? ഒരു അഡ്വക്കേറ്റിനെ പോയി കാണണം. ഈ കുഞ്ഞിനെ തന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ള എല്ലാ പേപ്പർ വർക്കുകളും ഞങ്ങൾ നീക്കി വയ്ക്കുക. ഉടനെ അഡ്വക്കേറ്റിനെ കണ്ടുകൊള്ളൂ. 2-3 പത്രത്താളുകൾ അങ്ങ് നീക്കി വെച്ചു. അതിൽ സിഗ്നേച്ചർ ആവശ്യപ്പെടുകയാണ്. ഈ പാവം മനുഷ്യൻ അതിൽ ഒപ്പിട്ട് കൊടുത്തു. ആ പേപ്പർ വാങ്ങിക്കൊണ്ട് പോലീസുകാർ യാത്ര പോലും പറയാതെ അകലേക്ക് നീങ്ങുന്ന സമയത്ത് നിശബ്ദനായി നിസ്തന്ത്രനായി നിൽക്കുന്ന സായിനാഥൻ എന്ന 40 വയസ്സുകാരൻ തൊട്ടിൽ കിടക്കുന്ന പിഞ്ചു പൈതലിനെ അയാൾ സ്നേഹാർദ്രമായി ഒന്നുകൂടി നോക്കി. ആ കുഞ്ഞിന്റെ കവിളിൽ നിന്ന് തലോടി അയാൾ അവിടുന്ന് പിൻവാങ്ങുകയാണ്. ബഹുമാന്യ സുഹൃത്തുക്കളെ, സായിനാഥൻ തന്റെ വീട്ടുപടിക്കൽ എത്തുമ്പോൾ നേരെ നന്ദ പകർന്നിരിക്കുന്നു. വെളുപ്പിന് 3 മണിക്ക് അയാൾ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ എത്തിയതാണ്. ആ ശ്രീമഠം തറവാട്, തന്റെ ഭവനം ആ കലാകാരൻ നോക്കി കാണുകയാണ്. 10-25 സെന്റ് സ്ഥലത്തിനകത്ത് ഇല്ലം കണക്കെ ഉയർന്നു നിൽക്കുന്ന എന്റെ ഭവനം. ആ മുന്നിൽ ഒരു തുളസിത്തറ, അതിലൊരു തുളസിച്ചെടി പടർന്ന് പന്തലിച്ച് നിൽക്കുന്നു. മുറ്റത്ത് കുറെ ഔഷധ സസ്യങ്ങൾ. അയാൾ മുറ്റത്തേക്ക് കിടന്നു. വരാന്തയിലേക്ക് കയറും മുമ്പ് വാതുക്കൽ വെച്ചിരുന്ന കിണ്ടിയിൽ നിന്ന് വെള്ളമെടുത്ത് പാദം കഴുകി അകത്തേക്ക് പ്രവേശിക്കുന്നു. ഭാരതി, ഭാരതി. അയാളുടെ സഹധർമ്മിണിയുടെ പേരാണ് ഭാരതി നങ്ങിയർ. ഭാരതി നങ്ങിയാൽ കുളിച്ച് കുരുതൊട്ട് തുളസി കതിലൊക്കെ ചൂടി നിൽക്കുന്ന ഭാരതി നങ്ങിയാർ. ഭാരതി നങ്ങിയാർ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് 15 വർഷമായി. അവൾക്ക് ഇപ്പൊ 35 വയസ്സ് പ്രായമുണ്ട്. എനിക്ക് വയസ്സ് 40. ഒരു കുഞ്ഞിക്കാലം സമ്മാനിക്കുവാൻ എന്റെ ഭാര്യക്ക് കഴിഞ്ഞില്ല. എന്തൊക്കെ നേർച്ചയായി ഇവൾക്ക് വേണ്ടി ഞാനും അവളും കൂടി ക്ഷേത്രം ഉടനീളം നടന്നത്. ഉരുളി നേർച്ച, ഉരുളികവെളുത്ത്, തേങ്ങായടി, കലമ്പപ്പ്. എന്നിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാൻ സാധ്യതയുണ്ടായിരുന്നില്ല. പിന്നെ ചികിത്സകളുടെ പുറകെയായിരുന്നു. അലോപ്പതി, ആയുർവേദം, ഹോമിയോ, യുനാനി. ഒരു രക്ഷയില്ല. കുഞ്ഞിക്കാല് കാണാൻ ഒരു നിർവാഹമില്ല. ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ എന്റെ സഹധർമ്മിണി ഭാരതിക്ക് ആയില്ലെങ്കിലും അവളുടെ ആ നിൽപ്പ് തന്നെ കണ്ടില്ലേ? അവൾ ഇപ്പോഴും ആ പഴയ മണവാട്ടി പെണ്ണ് തന്നെയാണ്. ചന്ദ്രിക ചൂടിയ മന്ദസ്മിതവും മന്ദസ്മിതവും
സുഗന്ധവുമായ ചന്ദ്രിക ചോടിയ മന്ദസ്മിതം ചന്ദനദേവ സുഗന്ധവുമായവൾ ചന്ദ്രിക ചോടിയ മന്ദസ്മിതം. പാഴൂർ പടിപ്പുരയില്ലത്തെ ഇളയ സന്തതിയാണ് ഭാരതി നങ്ങിയാർ. നഗരത്തിലെ കാവറ്റി നിറഞ്ഞ മുഖവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കുലീനാങ്കന്, ഒരു സാധു സ്ത്രീ, ഒരു നല്ല കുടുംബിനി ഭാരതി നങ്ങിയാർ. ഇതിപ്പോ നഗരവുമായി ബന്ധമില്ലാത്ത എത്രയോ പെൺകിടാങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്, നഗരവുമായി ബന്ധമുള്ള പെൺകിടാങ്ങളെയും കണ്ടിട്ടുണ്ട്. എക്സിബിഷൻസിന്റെ ഭാഗമായി എന്തൊക്കെ പേക്കൂത്തുകളാണ് നമ്മുടെ നാട്ടിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് മലയാളികളായി വിശാഖപട്ടണത്ത് കഴിയുന്ന സഹോദരിമാർക്കോ സഹോദരന്മാർക്കോ അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും നിങ്ങൾ മാസത്തിലോ 2 മാസം കൂടുമ്പോഴൊക്കെ അങ്ങ് കേരളത്തിൽ വരാറുണ്ട്. നമ്മുടെ നാട്ടിലെ മാറി വന്നിരിക്കുന്ന ഫാഷൻ, ആ പ്രതിച്ഛായൊക്കെ നിങ്ങൾ കണ്ടു കാണും. എന്തൊക്കെ ഫാഷനാ! നമ്മുടെ സഹോദരിമാരുടെ സഭ്യത കണ്ടോ? നാട് വിട്ട് പുറം ലോകത്തെത്തിയിട്ട് പോലും എത്ര സഭ്യമായിട്ടാണ് വേഷവിധാനം. ചുരിദാർ കമ്മീസ്, സാരി, അതുപോലെ ഭദ്രമായിട്ട് പാന്റ്, ഷർട്ട്, മുണ്ട്, ഷർട്ട് ഒക്കെ എടുത്തുകൊണ്ട് നമ്മുടെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ അങ്ങ് ഇരിക്കുകയാണ്. സംസ്കാരമാണത്. നമ്മുടെ സംസ്കാരത്തെ അതൊരിക്കലും ഒഴിയാൻ അനുവദിക്കരുത് എന്ന ചിന്തയാണ് ഇതിനെല്ലാം നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. കൊച്ചിയിലേക്കൊന്ന് വരണം. കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ ഈ ഇടപാടൊന്നും അല്ല. നിങ്ങളുടെ ബ്ലൗസിന്റെ കൈയുടെ ഇറക്കം മുട്ടുവരെയുണ്ട്. ഇപ്പൊ അവിടെ ബ്ലൗസിന്റെ കൈയുടെ ഇറക്കം മുട്ടുവരെയില്ല. ബ്ലൗസിന്റെ കൈ കയറി അതങ്ങ് തെങ്ങ കയറി പോവുകയാണ്. ഇപ്പൊ അവിടെയുള്ള ബ്ലൗസിന്റെ ഷോൾഡറിന്റെ ഭാഗത്ത് ഒരു ഹോളങ്ങ് കിടക്കുക. ഓക്കി ചുഴലിക്കാറ്റ് വന്നാലും കുഴപ്പമില്ല, ഈ വഴി വന്ന് ആ വഴി അങ്ങോട്ട് പോയിക്കോളും. ഇതാണ് നമ്മുടെ ബ്ലൗസിന്റെ ഒരു പ്രത്യേകത. മാത്രമല്ല ബ്ലൗസിന്റെ പിന്നില് ഒരു പുതിയ ചിഹ്നം കൂടി കാണാം. ശബരിമലക്ക് പോകാൻ കെട്ടുമുറുക്കുന്നത് പോലെ 2 വള്ളി കൂടി കെട്ടിട്ടുകയാണ്. ഈ വള്ളി വിടുന്നത് ചെറുപ്പക്കാരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. കൊച്ചിയിൽ വന്നിട്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. ഈ വള്ളിയുടെ അടുത്ത് 2 ഓലപ്പടക്കത്തിന്റെ ചിഹ്നം കൂടി. എന്താണ് ഇവർ അർത്ഥമാക്കുന്നത്? ഒരു പിടിയും കിട്ടുന്നില്ല. ചില ബ്ലൗസിന്റെ പിന്നിൽ ഓലപ്പടക്കത്തിന്റെ ചിഹ്നമല്ല, ഗുണ്ടാണ് കിട്ടുന്നത്. അവിടെയാണ് നമ്മൾ തകർന്നു പോകുന്നത്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ വിളാഭാസത്തരങ്ങൾ കാണിക്കുന്നത്? മെട്രോപൊളിറ്റൻ സിറ്റിയായി മാറിയിരിക്കുന്ന കൊച്ചി, ബോംബെ, ഡൽഹി ഇതൊക്കെ തോറ്റു പോകുന്ന രീതിയിൽ കൊച്ചി അപ്രമാദിത്വം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമ്പിള്ളേരുടെ കാര്യവും കുറവല്ല കേട്ടോ. ആമ്പിള്ളേരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം, പാന്റ് പഠിക്കുന്ന വൃത്തിയായിട്ട് പെയിന്റ് അടിച്ചിരിക്കുന്നു. ടൈറ്റ് ജീൻസ്, ഇറുക്കമുള്ള ജീൻസ്. ഇപ്പോഴത്തെ ജീൻസിന്റെ പേരാണ് ഇറുക്കമുള്ള ജീൻസ്. ഇവൻ ഇത് ഉടുത്തു വരുമ്പോ തന്നെ നമുക്ക് ശ്വാസം മുട്ടും. എങ്ങനെ ഇതിന്റെ അകത്ത് ഇറങ്ങിപ്പറ്റി എന്നുള്ളതാണ് നമ്മുടെ സംശയം. ഒരു ചെറിയ പൊക്കിയെടുത്ത് അങ്ങനെ വയറുവേദന എങ്ങാനും വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല. 2 അട്ടിമറി തൊഴിലാളികൾ ആത്മാർത്ഥമായി ഇവന് രക്ഷപ്പെടാൻ സാധ്യതയില്ല. ഇതാണ് ടൈറ്റ് ജീൻസ്. ഇപ്പൊ പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. അത് ബംഗ്ലാദേശുകാർ കൊണ്ടുവന്നു കൊച്ചിയില്. ലോ വേസ്റ്റ് ജീൻസ് എന്നാണ് പേര്. ലോ വേസ്റ്റ് ജീൻസ്, അരയിൽ നിന്നും താഴേക്ക് ഇറങ്ങി കിടക്കുന്ന ഒരു പാന്റാ ലോ വേസ്റ്റ് ജീൻസ്. ഈ ലോ വേസ്റ്റ് ജീൻസുകാരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും താഴേക്ക് വീണാല് ഇവനതൊന്ന് കുനിഞ്ഞെടുക്കാൻ പറ്റുമോ? കുനിഞ്ഞാൽ എങ്ങനെയായിരിക്കുക? കരിപിടിച്ച ഭണ്ണാരം പോലെയായിരിക്കും. ഒരു നാണയം എടുത്തങ്ങിട്ട് കൊടുക്കാം. ഇതൊക്കെയാണ് ഇവന്റെയൊക്കെ ഫാഷൻ. സംസ്കാര ഭൂമിയിൽ കേരളപ്പിറവി ആഘോഷിക്കുന്ന ആ വേളയിലെങ്കിലും അത്തരം ഒരു ബോധം നമ്മുടെ നാടിന് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവുകയാണ്. ബഹുമാന്യ സുഹൃത്തുക്കളെ, നഗരത്തിലെ കാപട്യം നിറഞ്ഞ യാതൊരുവിധ ബന്ധവുമില്ലാത്ത ഒരു കുലീനാങ്കരിയെ നമ്മൾ പരിചയപ്പെടുന്നു. ഭാരതി ഭർത്താവിന്റെ അരികിലേക്ക് അവർ ഓടിയെടുത്തു. അല്ല, വെളുപ്പിന് 3 മണിക്ക് വരുമെന്നല്ലേ പറഞ്ഞിരുന്നത്? എന്ന് വൈകി. എന്റെ ഭാരതി, ഞാൻ 3 മണിക്ക് തന്നെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ എത്തിയതാണ്. ഉണ്ടായ കഥയെല്ലാം ഭാര്യ പറഞ്ഞു കേൾപ്പിക്കാം. ഓഹോ, അതാണോ കാര്യം? താമസിക്കാൻ കാര്യം? ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടെ. നമുക്ക് ഏതായാലും മക്കളില്ല. നമുക്ക് ആ കുഞ്ഞിനെ ഒന്ന് പോയി കാണാം. ആ കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മതി ദത്തെടുക്കലൊക്കെ. എന്തായി കേൾക്കുന്നത്? കുഞ്ഞിനെ ദത്തെടുക്കാനോ? ഇക്കാലം അത്രയും ഇല്ലാത്തൊരു മോഹം എന്താ ഇപ്പോ? അതെ, എനിക്കറിയാം നിന്റെ വികാരം. വയസ്സങ്കാലത്തിലേക്ക് നീങ്ങുക ഞാൻ നീ വാർദ്ധക്യത്തിലേക്ക് എത്തിയാൽ ഒലിച്ച് വെള്ളം തരാൻ ആരെങ്കിലും ഉണ്ടോ നമുക്ക്? അതുകൊണ്ട് എന്റെ അഭ്യർത്ഥന നീ സ്വീകരിക്കണം. നിനക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മാത്രമേ ദത്തെടുക്കലുള്ളൂ. നീ വന്നത് വേഗം ഒരുങ്ങ്. നിർബന്ധം കൂടി വന്നപ്പോ ആ സാധു സ്ത്രീ അകത്ത് കയറിയപ്പോൾ നന്നായി ഒരുങ്ങി ഭർത്താവിന്റെ കൂടെ പോവുകയാണ്. നേരെ വരുന്നത് ജനറൽ ഹോസ്പിറ്റൽ.
ഡോക്ടറുടെയും നഴ്സിന്റെയും അനുമതിയോടുകൂടി തൊട്ടിൽ കിടക്കുന്ന പിഞ്ചു പൈതലിനെ ഭാരതി നങ്ങിയാർ ഓടി വന്ന് ആ പൈതലിനെ ഒന്ന് കോരിയെടുക്കുക. ഓമനപ്പൂവേ ചുവന്ന പൂവേ തോന്നുന്നു നീ എന്റെ പൊന്മകൻ. ഓമനപ്പൂവേ ചുവന്ന പൂവേ തോന്നുന്നു നീ എന്റെ പൊന്മകൻ. ചാഞ്ചക്കം ചാഞ്ചക്കം പാട്ട് പാടാം താലോലം താലോലം താളവാടി. ചാഞ്ചക്കം ചാഞ്ചക്കം പാട്ട് പാടാം താലോലം താലോലം താളമായി. താലോലം താലോലം താളമായി. താലോലം താലോലം താളമായി. താലോലം താലോലം ഭാരതിക്ക് ആ ആൺപൈതലിൽ നിന്ന് അന്ന് ബോധ്യമായി. താമസിപ്പിച്ചില്ല. രണ്ടുപേരും സഞ്ചരിക്കുന്നു. ഒരു അഡ്വക്കേറ്റ് അയാളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അയാൾ അവരെ സമാധാനിപ്പിക്കുക. ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് തന്നെ കിട്ടാനായിട്ടുള്ള എല്ലാ ശ്രമവും ഞാൻ ഇന്ന് മുതൽ ആരംഭിക്കുക. പിന്നെ ഒരു കാര്യം, കുഞ്ഞിന് അടുത്ത മാസം ലഭിക്കും, 2 മാസം കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ വരും എന്ന് പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്തരുത്. കൃത്യമായിട്ടൊരു താമസം വരാൻ സാധ്യതയുണ്ട്. ഈ കുഞ്ഞിനെ തന്നെ നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ള എല്ലാ പ്രവർത്തനവും ഞാൻ ആരംഭിക്കുക. വക്കീൽ ജോലി ആരംഭിച്ചു. സുഹൃത്തുക്കളെ, കൃത്യം ആ കുഞ്ഞിന് 1 വയസ്സ് തികഞ്ഞ ദിവസമാണ് ആ കുഞ്ഞിന്റെ അനുമതി പത്രിക ഹൈക്കോടതി ഒപ്പിട്ട് അവരെ ഏൽപ്പിച്ചത്. അന്ന് മുതൽ ആ കുഞ്ഞിന്റെ മാതാപിതാക്കളായി തീർന്നിരിക്കുന്നു സായിനാഥൻ ചാക്യാറും അദ്ദേഹത്തിന്റെ ഭാര്യ ഭാരതി. ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അവർ വീട്ടിലേക്ക് വരികയാണ്. ശ്രീമഠം തറവാട്ടിൽ വന്ന് കയറിപാടെ അയൽവക്കക്കാർ അങ്ങോട്ട് കൂടിക്കൂടി അവരുടെ എല്ലാം സാന്നിധ്യത്തിൽ വെച്ച് ഈ ലോകത്തിന്റെ അധിപൻ എന്നർത്ഥം വരുന്ന മനോഹരമായ ഒരു പേര് ആ കുഞ്ഞിന് നൽകുന്നു. ജഗൻ. ജഗൻ. ആ കൊച്ചുമകൻ വളരുകയാണ്. മാതാപിതാക്കൾ എന്തൊക്കെ സ്നേഹ പരിലാളനകൾ ഒരു കൊച്ചു കുഞ്ഞിന് നൽകുമോ അതൊക്കെ നൽകിക്കൊണ്ട് അവനെ വളർത്തുകയാണ്. അവന് 2 വയസ്സ് പ്രായമായി. അവന്റെ 2ാമത്തെ ജന്മദിനം ഗംഭീരമായി ഘോഷിക്കുവാൻ ഈ കലാപ്രവർത്തകൻ തീരുമാനിച്ചിരിക്കുന്നു. അത് പ്രകാരം കുറച്ച് അതിഥികളൊക്കെ അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ട്. സദ്യവട്ടങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അവർക്ക് സദ്യ കൊടുക്കുന്നതിന് വേണ്ടി അതിമനോഹരമായ ഒരു പന്തൽ വീട്ടുമുറ്റത്ത് അയാളെ തീർത്തു കഴിഞ്ഞു. ക്ഷണിച്ച അതിഥികളെല്ലാം അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. ആ കൊച്ചു കുഞ്ഞ് ജഗനെ വിളിച്ച് അരികിൽ ചേർത്തവന് സമ്മാനപ്പൊതികൾ നൽകുന്നു. നെറുകയിൽ കൈവച്ച് പിറന്നാൾ ആശംസകൾ നേരുന്നു. സദ്യവട്ടങ്ങൾ കഴിഞ്ഞ് ഓരോരുത്തരായി അവിടെ പിരിയുകയാണ്. സുഹൃത്തുക്കളെ, വൈകുന്നേരം 4 മണിയായി. എല്ലാവരും പോയ ഉടനെ ക്ഷീണിതനായ ഈ സായിനാഥൻ എന്ന കലാകാരൻ വാതുക്കളുടെ ചാരുകസാലയിൽ അയാൾ തളർന്നിരിക്കുമ്പോൾ ആ വീടിന് മുന്നിലുള്ള വീതിയേറിയ റോഡിൽ ഒരു വലിയ വാഹനം വന്ന് ചേരുകയാണ്. ഒരു ആഡംബര കാർ, വില കൂടിയ കാർ. അയാൾ പതി എഴുന്നേറ്റു. ആ കാറിലേക്ക് സൂക്ഷിച്ചു നോക്കി. വണ്ടിയിലേക്ക് നോക്കി നിൽക്കുമ്പോഴുണ്ട് അതിന്റെ ഡോർ വലിച്ചു തുറന്ന് കറുത്ത കോട്ടും സൂട്ടും തലയിൽ ഒരു ചുവന്ന തൊപ്പിയും വെച്ചുകൊണ്ട് ഒരു ബിസിനസ് മാഗ്നറ്റ്, ഒരു ധനാഢ്യൻ താഴേക്ക് ഇറങ്ങുന്നു. ക്രിസ്റ്റി എഫ് കെന്നഡി. ആ മനുഷ്യൻ വീട്ടുമുറ്റത്തേക്ക് നടന്നെടുക്കുക. സായിനാഥൻ ചാക്യാരുടെ വീട് ഇത് തന്നെയല്ലേ? സർ, ഞാനാണ് സർ സായിനാഥൻ. ഓഹോ, നിങ്ങളാണോ സായിനാഥൻ? മിസ്റ്റർ, നിങ്ങളുടെ പേര് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങളെ കാണുന്നത് ആദ്യമാണ്. എന്താ മിസ്റ്റർ സായിനാഥൻ ഇവിടെ ഈ പന്തലൊക്കെ? സാർ, എന്റെ കൊച്ചുമകൻ ജഗന്റെ 2ാം പിറന്നാൾ ആഘോഷം കുറച്ചു പേരെ ക്ഷണിച്ചു. സദ്യ കഴിഞ്ഞ് അവർ പിരിഞ്ഞ് അങ്ങ് പോയതേ ഉള്ളൂ. ഞാൻ വാതിക്കൽ ക്ഷീണത്തോടു കൂടി ഇരിക്കുകയായിരുന്നു. എനിക്ക് അങ്ങനെ മനസ്സിലായില്ല. എല്ലാം ഞാൻ പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കി തരാം. ഞാൻ പരിചയപ്പെടുത്താം. നിങ്ങൾ കുഞ്ഞിന്റെ ബർത്ത്ഡേ ഞാൻ അറിഞ്ഞില്ല. എവിടെ? മോനെ വിളിക്കും, കുഞ്ഞിനെ വിളിക്കും. ജഗൻ. ജഗൻ. അച്ഛന്റെ ശബ്ദം കേട്ടപാടെ ആ കുഞ്ഞ് 2 വയസ്സുകാരൻ തത്തി വരും. മുന്നിലേക്ക് വരുന്നു. മോനെ ജഗൻ, ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. എന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. ക്ഷമിക്കണം കുഞ്ഞ്. കുഞ്ഞിനെ ചേർത്തടുപ്പിച്ച് നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പറഞ്ഞയക്കുകയാണ്. സർ, എനിക്ക് അങ്ങയെ മനസ്സിലായില്ല സർ. ഞാൻ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞല്ലോ.
മിസ്റ്റർ സായിനാഥൻ, എന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഫോർട്ട് കൊച്ചി നിങ്ങൾക്കറിയാവോ? INS ദ്രോണാചാര്യ, അതിനടുത്തുള്ള ആ വലിയ ബംഗ്ലാവ് എന്റേതാണ്. പിന്നെ ഞാൻ വന്നത് മറ്റൊന്നുമല്ല, ഞാനൊരു പ്രോഗ്രാം പ്രൊമോട്ടറാണ്. ഈ നാടിന്റെ വിവിധങ്ങളായിട്ടുള്ള കോണുകളിൽ, കേരളത്തിന് വെളിയിൽ, അതെ, മലയാളി കൂട്ടായ്മയിൽ നിങ്ങളുടെ പോലുള്ള കലാരൂപങ്ങളുണ്ടല്ലോ, ഓട്ടംതുള്ളല്, കഥകളി, കഥാപ്രസംഗം, നാടകം, ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന സംഘത്തിന്റെ പ്രതിനിധിയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വന്നത്, നിങ്ങളുടെ ഒരു 10 പരിപാടി കേരളത്തിന് വെളിയിൽ നടത്തേണ്ടതുണ്ട്. പ്രതിഫലമായി മിസ്റ്റർ സായിനാഥൻ, നിങ്ങൾക്ക് ഞാൻ എത്ര രൂപയാണ് തരേണ്ടത്? സർ, ഞങ്ങൾ അങ്ങനെ പ്രതിഫലം പറഞ്ഞ് പരിപാടിക്ക് പോകുന്നവരല്ല സർ. ക്ഷേത്രക്കാർ എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ ദക്ഷിണയായി സ്വീകരിച്ചുകൊണ്ട് ഭഗവാനോടോ ഭഗവതിയോടോ നന്ദിയും പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുന്നവരാ. ഓഹോ, അപ്പൊ നിങ്ങൾക്ക് പ്രതിഫല തുക പറയുവാൻ നിങ്ങൾക്ക് ജാള്യതയുണ്ട്. മിസ്റ്റർ സായിനാഥൻ, നിങ്ങളുടെ പ്രതിഫല തുക ഞാനങ്ങ് നിശ്ചയിക്കുകയാണ്. 2 lakhs rupees, 2 ലക്ഷം രൂപ. എല്ലാം സാറിന്റെ അടക്കം പോലെ ബ്രീഫ് കേസ് തുറന്നു, ഒരു കവർ എടുത്ത് ഏൽപ്പിച്ചു. എൻ്റെ ഫോൺ നമ്പർ, എൻ്റെ അഡ്രസ്സ് ഒക്കെ ഇതിലുണ്ട്. ഞാൻ കൃത്യം ഒരാഴ്ചക്കകത്ത് നിങ്ങളുടെ വിവരങ്ങളെല്ലാം അറിയിക്കാം. എന്നെ കാണാത്ത പക്ഷം ഇതിൽ എൻ്റെ ടെലിഫോൺ നമ്പറുണ്ട്, എന്നെ വിളിക്കണം, മറക്കരുത്. ഒരാഴ്ചക്കകത്ത് പരിപാടി എവിടെയൊക്കെ നടക്കണം, ഏതൊക്കെയാണ് വഴി വിവരങ്ങൾ ഒക്കെ നിങ്ങളെ ഞാൻ അറിയിക്കുന്ന. ഇറങ്ങിക്കോട്ടെ. യാത്ര പറഞ്ഞ് ക്രിസ്റ്റി എഫ് കെന്നഡി എന്ന ബിസിനസ് മാഗ്നറ്റ് വണ്ടിയിൽ കയറി വാഹനം അകലേക്ക് നീങ്ങുമ്പോൾ നിശബ്ദനായി നിൽക്കുന്ന സായിനാഥൻ തന്റെ കയ്യിൽ കിട്ടിയ കവറിലേക്ക് സൂക്ഷിച്ചു നോക്കി. അടുത്ത ക്ഷണം അയാളത് ചിന്തി തുറന്ന് നോക്കുമ്പോ അയാൾ അമ്പരന്ന് പോയി. അതിനകത്ത് 1 ലക്ഷം രൂപ ഇരിക്കുകയാണ്. എഗ്രിമെന്റ് എഴുതിയിട്ടില്ല. പ്രോഗ്രാം നടത്തേണ്ട സ്ഥലം എവിടെയെന്ന് ഞാൻ ചോദിച്ചില്ല. നിയർ INS ദ്രോണാചാര്യ, ലവ് ഡെയിൽ, ഫസ്റ്റ് വില്ല, കൊച്ചി. എന്താ ഈ കാണുന്നത്? ഞാൻ എന്ത് മഹിതരവ് കാണിച്ചത്? ഭാരതി, ഭാരതി! ആ മനുഷ്യന്റെ ഹൃദയ ധമനികൾ അടുത്ത നിമിഷം വലിഞ്ഞു മുറുകുകയായി. പുതിയ കാല ലോകമേ, കപട ലോകമേ, സത്യധർമ്മ കർമ്മ നീതി കേട്ട ലോകമേ. പുതിയ കാല ലോകമേ, കപട ലോകമേ, സത്യധർമ്മ കർമ്മ നീതി കേട്ട ലോകമേ. കരളുരുകണ്ട മെയ്യലയിൽ ഹൃദയ ധമനി മുറുകൻ, കൊടുമുടിയുടെ പടവുകളിൽ ഉള്ളിലെ ചിന്തയുണരും. കരളുരുകണ്ട മെയ്യലയിൽ ഹൃദയ ധമനി മുറുകൻ, കൊടുമുടിയുടെ പടവുകളിൽ ഉള്ളിലെ ചിന്തയുണരും. പുതിയ കാല ലോകമേ, കപട ലോകമേ, സത്യധർമ്മ കർമ്മ നീതി കേട്ട ലോകമേ. സത്യധർമ്മ കർമ്മ നീതി കേട്ട ലോകമേ. സത്യധർമ്മ കർമ്മ നീതി കേട്ട ലോകമേ. എന്താ എന്താ എന്നെ വിളിച്ചത്? ആ മനുഷ്യൻ പോയായിരുന്നു. അയാൾ പോയി. അയാൾക്ക് ഞാൻ ചായ എടുക്കായിരുന്നു. വേണ്ട, ചായയുടെ ആവശ്യമൊന്നുമില്ല. ഞാൻ വലിയൊരു അബദ്ധം കാണിച്ചു നിൽക്കുക. ഭാരതി, ആ മനുഷ്യൻ വന്നത് 10 ചാക്യാർ കൂത്ത് പരിപാടി കേരളത്തിന് വെളിയിൽ നടത്തണം. എഗ്രിമെന്റ് എഴുതിയില്ല, വഴി വിവരം ഒന്നും ചോദിച്ചതുമില്ല, എന്ന് നടത്തണമെന്നും ഞാൻ അന്വേഷിച്ചില്ല. നോക്ക്, 1 ലക്ഷം രൂപ അയാൾ അഡ്വാൻസായി തന്നിട്ട് അയാൾ പോയിരിക്കുന്നു. എനിക്ക് ബലമായൊരു സംശയം, നമ്മുടെ കൊച്ചുമോൻ ജഗനുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആണോ ഈ ക്രിസ്റ്റി എഫ്? എന്റെ ദൈവമേ, അങ്ങനെ വന്നാൽ നമ്മുടെ കുഞ്ഞിനെ അയാൾക്ക് വിട്ടുകൊടുക്കേണ്ടി വരുമോ? എനിക്കറിയില്ല. എനിക്കൊന്നും അറിയില്ല. ഏതായി നമുക്ക് സമാധാനിക്കാം. ഹൈക്കോടതി ജഡ്ജ് ഒപ്പിട്ട് അനുമതി രേഖ തന്നിരിക്കുന്നത് നമുക്ക്. ഈ കുഞ്ഞിന്റെ അച്ഛനോമിയും ഞാൻ നീയുമാണ്. ഒരു കാരണവശാലും അയാൾ ഈ കുഞ്ഞിന്റെ പിതൃത്വം അവകാശം വിട്ടുകൊണ്ട് അവകാശിയായി വരാൻ പോകുന്നില്ല. അങ്ങനെ വന്നാൽ കുഞ്ഞിനെ ജനിച്ച ഉടനെ ഉപേക്ഷിച്ചതിന്റെ പേരില് ആ മനുഷ്യൻ തന്നെയായിരിക്കും ജയിലിൽ എന്നുക. നമുക്ക് സമാശ്വസിക്കാം. അയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരാഴ്ച അയാളെ കാത്തിരിക്കാം. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു. ക്രിസ്റ്റി എഫ് കെന്നഡി എന്ന പണക്കാരനെ കുറിച്ച് ഒരു അറിവില്ല. ഈ മനുഷ്യൻ നമ്പർ പ്രകാരം വിളിക്കുക. ഫോൺ റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോൺ അയാൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ഒടുവിൽ സഹി കിട്ടപ്പോൾ ഭാര്യയെ വിളിച്ച് അയാൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അയാൾ പോകുന്നത് ക്രിസ്റ്റി എഫ് കെന്നഡി എന്ന ആ ധനാട്ടന്റെ വീട് അന്വേഷിച്ചുകൊണ്ടാണ്. അടുത്ത സ്ഥലമാണല്ലോ ഫോർട്ട് കൊച്ചി. അയാൾ നേരെ ഫോർട്ട് കൊച്ചിയിൽ വന്നു. ആ കടലോരത്ത് വന്ന് ഉയർന്നു നിൽക്കുന്ന ബംഗ്ലാവ് അയാൾ ശ്രദ്ധയോടെ നോക്കി കാണുകയാണ്. അറബിക്കടലിൻ ഓരത്ത് കാണാം നല്ലൊരു കൊട്ടാരം. അറബിക്കടലിൻ ഓരത്ത് കാണാം നല്ലൊരു
അഴകൊഴുകും മണിമകുടം നിറമണിയും മന്ദിരം അഴകൊഴുകും മണിമകുടം നിറമണിയും മന്ദിരം അറബിക്കടലിൻ ഓരത്ത് കാണാൻ നല്ലൊരു കൊട്ടാരം അഴകൊഴുകും മണിമകുടം നിറമണിയും 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 സായിനാഥൻ ആ ഗേറ്റിലേക്ക് വന്നു. വീട് മനസ്സിലായതുപോലെ ആ സെക്യൂരിറ്റി ഗാർഡിനോട് അയാൾ അന്വേഷിക്കുന്നു. സെക്യൂരിറ്റി ഗാർഡ് ഉടൻ തന്നെ ഇന്റർകോമുമായി അകത്തേക്ക് ബന്ധപ്പെടുകയാണ്. അനുമതി ലഭിച്ചിട്ടാവാം ആ വലിയ വീടിന്റെ വാതിക്കലുള്ള ഗേറ്റ് അയാൾക്ക് വേണ്ടി പതിയെ നൽകെ തുറക്കപ്പെടുന്നു. സാവധാനം അകത്ത് കയറിയ മനുഷ്യൻ വെൽവെറ്റ് ഗ്രാസ് പിടിച്ച പുൽത്തകിടിയിലൂടെ അയാൾ നടന്ന് ആ വീടിന്റെ പൂമുഖത്തെത്തുമ്പോൾ ആ വലിയ കൊട്ടാരത്തിന്റെ രണ്ടാമത്തെ നിലയിൽ നിന്ന് ഒരു പെണ്ണിന്റെ കരച്ചിൽ ഉയർന്നു പോകുകയാണ്. ദൈവമേ, ഇത് ക്രിസ്ത്യൻ ഒരു ഭ്രാന്തി പെണ്ണിന്റെ കരച്ചിലില്ലേ? ഈശ്വര, എനിക്ക് വീട് തിരിച്ചും ഒരു ഭ്രാന്തി പെണ്ണിന്റെ ഗേറ്റിൽ വന്ന് നിന്നു. തിരിഞ്ഞു നോക്കുമ്പോഴുണ്ട് ആ വാതുക്കൽ ബർമുഡായും ടീഷർട്ടും തലയിൽ ചുവന്ന തൊപ്പിയും വെച്ചുകൊണ്ട് ആ പണക്കാരൻ നിൽക്കുന്നു. ക്രിസ്റ്റി എഫ് കെന്നഡി. ആ മുഴക്കമാർന്ന ശബ്ദം കേട്ടപ്പോ അറച്ചറച്ച് മടിച്ച് സായിനാഥൻ അരികിലേക്ക് നടന്നെടുത്തു. സർ, എന്താ പേടിച്ചു പറിച്ചു നിൽക്കുന്നത്? സർ, അങ്ങ് എന്റെ വീട്ടിൽ വന്ന് പോന്നിട്ട് 3 ആഴ്ച തികയുന്ന ദിവസമായി. അങ്ങ് ഒരാഴ്ച കഴിഞ്ഞ് എന്നെ വിശദ വിവരങ്ങളെല്ലാം അറിയിക്കാമെന്ന് പറഞ്ഞല്ലേ പോകുന്നത്. ഞാൻ അന്ന് മുതൽ അങ്ങേക്ക് ഫോൺ ചെയ്യുകയാണ്. ഫോൺ റിംഗ് ചെയ്യുന്നുണ്ട്, അങ്ങ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. മിസ്റ്റർ സായിനാഥൻ, എന്നെ കുറിച്ച് നിങ്ങൾക്കൊന്ന് പറഞ്ഞുകൂടെ? ഇവിടെ ഈ രാജ്യത്തിന്റെ അകത്തും പുറത്തുമൊക്കെ വലിയ വ്യവസായ സംരംഭങ്ങളുള്ള ഒരു പ്രമുഖനാണ് ഞാൻ. വേണമെങ്കിൽ എന്നെ നിങ്ങൾക്ക് വിളിക്കാൻ ബിസിനസ് മാഗ്നറ്റ് എന്ന്. അതുകൊണ്ട് നിങ്ങളുടെ ഫോൺ ശ്രദ്ധിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. സാർ, അങ്ങയെപ്പോലെ വലിയൊരു കുടുംബത്തിൽ പിറന്നവനാണ് സാർ ഈ സായിനാഥനും. ഏതായാലും എൻ്റെ കുടുംബത്തിന്റെ അവസ്ഥ അങ്ങേക്കറിയാമോ? എൻ്റെ വീട്ടുകാരുടെ തൂത്തും കയ്യിലിപ്പൊക്കെയായി എല്ലാം നശിഞ്ഞ് നാമാവശേഷമായി. അവസാനം ശേഷിക്കുന്ന വീടാണ് അങ്ങ് എൻ്റെ ഭവനത്തിൽ വന്നപ്പോൾ കണ്ടത്. 25 സെന്റ് സ്ഥലവും ആ ഓടുമേഞ്ഞ ഇല്ലം കണക്കെയുള്ള വീടും. സാർ, എൻ്റെ സ്ഥിതി ഇതാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങയോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. എവിടെയാണ് പരിപാടി നടത്തേണ്ടത് എന്നൊന്നും അങ്ങ് പറയാതെയാണ് പോന്നത്. എല്ലാം ഞാൻ പറയാമെന്ന് പറഞ്ഞല്ലോ. സമാധാനിക്കുക. എന്റെ കഥ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അല്പസമയം ക്ഷമ കാണിച്ചാൽ എന്റെ കഥയെല്ലാം നിങ്ങളോട് ഞാൻ തുറന്നു പറയുന്ന. എന്റെ കൂടെ ഒന്ന് മുകളിലേക്ക് വരണം. സർ, എന്തിനാ സർ? എന്റെ കൂടെ നിങ്ങൾ വരണം. ആ മനുഷ്യനെ ബലമായി പിടിച്ച് മുകളിൽ കൊണ്ടുപോകാൻ അടഞ്ഞു കിടക്കുന്ന മുറിയുടെ ആ മുന്നിൽ കൊണ്ടുപോയി ഈ മനുഷ്യനെ നിർത്തി ഈ വാതിൽ ഞാൻ തുറക്കാൻ പോവാം. ഒരു കാരണവശാലും ഇതിന് മുന്നിൽ നിന്ന് അകത്തെ ബഹളം കേട്ട് നിങ്ങൾ പിന്തിരിഞ്ഞ് ഓടരുത്. ഇവിടെ നിന്ന് ശബ്ദമുണ്ടാക്കരുത്. പറഞ്ഞത് കേട്ടല്ലോ. കുറെ താക്കീതുകളെല്ലാം വെച്ചുകൊണ്ട് അടഞ്ഞു കിടക്കുന്ന മുറിയുടെ വാതിൽ അയാളെ മലക്കെ തല്ലി തുറന്നു. അകത്ത് ഒരു സ്ത്രീ രൂപം, അഴിഞ്ഞ തലമുടി, ഞാൻ പറഞ്ഞില്ലേ ബലം പ്രയോഗം. ആ മനുഷ്യനെ താഴേക്ക് കൊണ്ടുപോകുന്നതിന് ആ വാതിലാണ് അടച്ചു കൂട്ടി. അയാളെ പൂമുഖത്ത് കൊണ്ടുവന്ന് പിടിച്ചിരുത്തി. ആ മുറിയിൽ കിടന്ന് അലമറിയിടുന്ന ഭ്രാന്തി പെണ്ണ് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്കറിയില്ല. എൻ്റെ പൊന്നു മോളാണ് അലീന. ഏതോ ഭാവം, ഏതോ നിരാശനം ചേർന്നൽ, ഏതോ ദുഃഖത്തിൻ ഭാവം, ഏതോ നിരാശനം ചേർന്നൽ. ഒരിയുമി കണ്ണീർ, ഒരിയുമി കനവുകൾ, ഒരിയുമി കണ്ണീർ അഭിശബ്ദ സ്മൃതികളാൽ ഒഴുകി.
അവൾക്ക് 2 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് മിസ്റ്റർ സായിനാഥൻ അവളുടെ അമ്മ മരിക്കാനിടയായി. എന്റെ ഭാര്യ ഒരു കാർ അപകടമായിരുന്നു. ആ മൃതദേഹം അടക്കം ചെയ്തിട്ടില്ല. കർമാനുഷ്ഠാനങ്ങളെല്ലാം കഴിഞ്ഞ് പൊതു ദർശനത്തിൽ വെച്ചിരിക്കുകയാണ്. ഈ സമയം എന്റെ ബന്ധുക്കൾ അവരെല്ലാം എന്നെ വളർന്നു. ക്രിസ്റ്റി, എന്താ നിന്റെ ഭാവം? ഭാര്യ മരിച്ചു, ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. കോടിക്കണക്കിന് സ്വത്തിന്റെ അഭിമാനാണ് നീ. ബിസിനസ് സംരംഭങ്ങൾ ഇതെല്ലാം നടത്തണ്ടേ? നീ കല്യാണം കഴിക്കണം, നീ വിവാഹം കഴിക്കണം. അവരുടെ നിർബന്ധത്തിൽ ഞാൻ വഴങ്ങിയില്ല. എന്റെ മനസ്സിൽ എന്റെ മോള് മാത്രം, അലീന മോൾ, 2 വയസ്സുകാരിയെ എന്റെ മോളെ വളർത്തണം, പഠിപ്പിക്കണം. അവളെ പഠിപ്പിച്ചു, വളർത്തി, അവള് വായേറി, അവളെ MBBS ഫസ്റ്റ് റാങ്കോടുകൂടി എൻട്രൻസ് പാസ്സായിരിക്കുകയാണ്. അഡ്മിഷൻ ലഭിച്ചത് എറണാകുളം ജില്ലയിലല്ല മിസ്റ്റർ സായിനാഥൻ തലസ്ഥാന നഗരിയിൽ തിരുവനന്തപുരത്ത്. അവിടെ മെഡിക്കൽ കോളേജിൽ അവർക്ക് അഡ്മിഷൻ ലഭിച്ചു. ഹോസ്റ്റൽ സൗകര്യം, ആവശ്യത്തിന് പോക്കറ്റ് മണി എല്ലാം കൊടുത്ത് ഞാൻ നാട്ടിലേക്ക് മടങ്ങി. ഞാൻ പിന്നീട് ഈ വ്യാപാരവുമായി ബന്ധപ്പെട്ട് രാജ്യാന്തര സഞ്ചാരമല്ലേ, ഇടയ്ക്കിടയ്ക്ക് എന്റെ മോളുടെ കത്ത് വരും, ഞാൻ മറുപടി അയക്കും. അവൾ ഫോൺ ചെയ്യും, ഞാൻ മറുസന്ദേശം അവൾക്ക് കൊടുക്കും. 2 വർഷം പിന്നിട്ടു. അവളുടെ സെക്കൻഡ് സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞ കാലം ഒരിക്കൽ അവളുടെ ഫോൺ എനിക്ക് വന്നിരിക്കുകയാണ്. ഡാഡി, എന്താ മോളെ, എന്താ കുട്ടി? ഡാഡി, എന്റെ സെക്കൻഡ് സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞു ഡാഡി. ഞാൻ കൂട്ടുകാരി ഒരു യാത്ര പോകുന്നു, വിനോദയാത്ര ഊട്ടിയിലേക്ക്. ഞങ്ങൾക്ക് അധ്യാപകരും ഗൈഡായി കൂടെ ഉണ്ട്. ഡാഡി, അനുമതി തരണം. എന്റെ മോളുടെ ആഗ്രഹമല്ലേ, അവളുടെ സന്തോഷമല്ലേ എന്റെ ആഹ്ലാദം. ഞാൻ സമ്മതിച്ചു. യാത്രാനുമതി നൽകി. എന്റെ മകൾ യാത്രക്കൊരുങ്ങി. ഒരു ടൂറിസ്റ്റ് വാഹനം ഹോസ്റ്റലിന് മുന്നിൽ വന്ന് നിൽക്കുക. എന്റെ മോളോടൊപ്പം അവളുടെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരിയുണ്ട്, അനാമിക, ഒരു ദളിത് പെൺകിടാവ്. അവൾക്ക് ഫീസ് സൗകര്യമെല്ലാം ചെയ്തു കൊടുക്കുന്ന എന്റെ മോള്, വസ്ത്രം വാങ്ങി കൊടുക്കുന്നത് എന്റെ മോള്, പുസ്തകം വാങ്ങി കൊടുക്കുന്നത് എന്റെ മോള്. ഞാൻ അവളെ പറഞ്ഞ് പഠിപ്പിച്ച ഒരു വലിയ പാഠമുണ്ട്. അർത്ഥം എത്ര വളരെ ഉണ്ടായാലും തൃപ്തിയാകാം മനുഷ്യനൊരു കാലം, ചത്തുപോകുന്നേരം വസ്ത്രം അതുപോലും ഒത്തിടാ കൊണ്ട് പോകാൻ ഒരുവരും. ഈ തത്വം എന്റെ മോളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. മോളെ, പണം നമ്മൾ കെട്ടിപ്പൂട്ടി സൂക്ഷിച്ചത് കൊണ്ട് ഒന്നും കാര്യമില്ല. എന്റെ കണ്ണറിയുമ്പോൾ ഞാൻ ഇതെല്ലാം സഞ്ചി കെട്ടിത്തൂക്കി ഒന്നും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനില്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ഉള്ളവനെ സഹായിക്കുക, സാധുക്കളെ സഹായിക്കുക. എന്റെ മോളോട് പറഞ്ഞ പ്രകാരം ഈ ദളിത് പെണ്ണിനെ അവൾ സഹായിച്ചു പോരുകയാണ്. അവളുടെ യാത്രയ്ക്കുള്ള പണം പോലും എന്റെ മോള് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വണ്ടിയിലേക്ക് കയറുകയാണ്. ടൂറിസ്റ്റ് വാഹനം ഊട്ടിയിലേക്ക് പോകാൻ ആ വാഹനത്തിലേക്ക് കയറുന്ന കൂട്ടത്തില് ഇവർ 2 പേരും വണ്ടിയിൽ കയറി. മുൻപിലുള്ള കൺസീറ്റില് എന്റെ മോളും അനാമികയും ഇരിപ്പുറപ്പിച്ചു. ഈ സമയം കൊണ്ട് അധ്യാപകരടക്കം 10-15 ആൺകുട്ടികളെ പെൺകുട്ടികളുമായി വിദ്യാർത്ഥികൾ ആ വണ്ടി മുന്നോട്ട് നീങ്ങി. ആട്ടവും പാട്ടും ബഹളവുമായി വണ്ടി മുന്നോട്ട് നീങ്ങുമ്പോ ആ വണ്ടിയുടെ ടൂറിസ്റ്റ് വാഹനത്തിന്റെ പിൻ സീറ്റില് 3 വിദ്യാർത്ഥികൾ, എന്റെ മോളോടൊപ്പം പഠിക്കുന്ന 3 വിദ്യാർത്ഥികൾ. അവരുടെ പേര് ഞാൻ ഓർമ്മിക്കുന്നു, മിസ്റ്റർ സായിനാഥൻ. ഒരുവന്റെ പേര് അമൽ ദേവ്, രണ്ടാമന്റെ പേര് വിൽഫ്രഡ്, മൂന്നാമത്തവന്റെ പേര് സക്കീർ ഹുസൈൻ. പാട്ടിലും കളിയിലും ഒന്നും പെടാതെ അവരെന്തൊക്കെയോ അടക്കത്തിൽ സംസാരിച്ചു കൊടുക്കുന്നു. വണ്ടി നേരെ ഊട്ടിയിലെ ഫ്ലവർ ഷോയെല്ലാം ആസ്വദിച്ചുകൊണ്ട് വൈകുന്നേരമായപ്പോ ആ കോട്ടേജ് ഹാളിൽ വന്നു ഭക്ഷണം കഴിക്കുവാനായി. ആ കോട്ടേജ് ഹാളിൽ വന്നു ചേർന്നപ്പോ ആ രാത്രി സമയത്തുണ്ടായ സംഭവം എന്താണെന്ന് സായിനാഥൻ അറിയണ്ടേ? അവർക്ക് കഴിക്കാൻ കൊടുത്ത ലഹരി മരുന്നിൽ ഈ സജീന്മാർ അവരൊരിക്കലും ചതിക്കടി അകപ്പെടുകയായിരുന്നു സായിനാഥൻ. ആ വിളമ്പിയ ഭക്ഷണത്തിൽ ഈ 3 പേരും ചേർന്ന് അവർ ലഹരി മരുന്ന് കലർത്തിയിരുന്നു. അതിനുശേഷം രക്ഷകരെ പോലെ അവർ ഈ പെൺകിടാങ്ങളെ മുറിക്കകത്താക്കി വാതിൽ വലിച്ചടിച്ച് അവർ മുറിക്കകത്ത് കയറി ശവച്ച് തുപ്പുകയായിരുന്നു സായിനാഥൻ. പ്രതിഷേധിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. ഭീഷണിയായിരിക്കാം കാരണം. ഒരുമിച്ച് ഒരു കോടതി സഹോദരി സഹോദരന്മാരെ പോലെ കഴിയുന്നവർ ചെയ്തു വെച്ച കൃത്യമായി പറഞ്ഞത്. അടുത്ത ദിവസം നേരം പറഞ്ഞപ്പോ ആരും അറിഞ്ഞില്ലേ, ഇരകളും പ്രതികളും അല്ലാതെ ഈ കഥ നാടറിഞ്ഞില്ല. ഭീഷണി കൊണ്ട് ഇവരും ആരോടും പുറത്തു പറഞ്ഞില്ല. അവർ നാട്ടിലേക്ക് തിരിച്ചു. പിന്നീട് ഞാൻ കോടതിയിൽ എത്തിച്ചേർന്നത് 6 മാസത്തിന് ശേഷമാണ്. 6 മാസം കഴിഞ്ഞ് എന്റെ മകളുടെ വിശേഷം അന്വേഷിക്കുവാൻ രാജ്യാന്തര സഞ്ചാരം എല്ലാം കഴിഞ്ഞ് ഞാൻ തിരുവനന്തപുരത്ത് എത്തിച്ചേരുമ്പോ ഹോസ്റ്റലിന്റെ വാതിക്കൽ ഒരു പോലീസ് വണ്ടി വന്ന് കിടക്കുന്നു, ഒരു ആംബുലൻസ് വന്ന് കിടക്കുന്നു. ആർക്കും ഒന്നും മനസ്സിലായില്ല.
ഈ സമയം ഹോസ്റ്റലിൽ നിന്നും ഒരാൾ താഴേക്ക് ഓടിയിറങ്ങാൻ. അറിഞ്ഞായിരുന്നോ? ആ തെലുങ്ക് പെൺകിടാവ് അനാമിക അവൻ തൂങ്ങി മരിച്ചു കിടക്കുന്നു. പോയിതോ കുഞ്ഞേ ജീവിതം തീർന്നുവോ? ആരിനെ കാണുമെൻ കണ്ണീരും കിനാക്കളും ഓമൽ സ്വപ്നങ്ങൾ. അലമുറയിട്ട് കരയുകയാണ് അവളുടെ മാതാവ്. അലമുറയിട്ട് കരയുകയാണ്. എന്റെ മോളെ, എന്റെ കുഞ്ഞ്, എന്റെ മോളെ. ആൾക്കാർ പടയപ്പെടുത്തിയ നിന്നെ ഞങ്ങൾ പഠിപ്പിക്കുന്നത് എല്ലാം തകർന്നില്ല. നീ എന്തിനാ നിന്റെ ജീവിതം അവസാനിപ്പിച്ചത്? ആ അമ്മയുടെ ഹൃദയഭേദകമായ കരച്ചിൽ കണ്ട് അവിടെ കൂടിയവരെല്ലാം പൊട്ടി പൊട്ടി കരയുകയാണ്. കണ്ണീർ വാർത്തുകൊണ്ട് ദുഃഖനിമഗ്നമായ വിളികളുമായി അവർ ഓരോരുത്തരും കഴിഞ്ഞുകൂടുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ പോലീസുകാരെ ഇങ്ങോട്ടേക്ക് വന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കി മൃതദേഹം താഴേക്ക് ഇറക്കി. അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ആംബുലൻസിൽ കയറ്റി അനാമികയുടെ ശരീരവുമായി പോലീസ് വാഹനത്തിന്റെ അകമ്പടിയോടെ ആംബുലൻസ് അകലേക്ക് നീങ്ങുമ്പോൾ ആ കാഴ്ച കണ്ടിട്ടാകാം മിസ്റ്റർ സായിനാഥൻ, എന്റെ മകൾ അലീന അവൾ പെട്ടെന്ന് തലയിട്ട് തലയിട്ട് വീണു. അവളെ അലീന 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 ഞാൻ അവളെ കുലുക്കി പിടിച്ചു. അനക്കുമില്ല. അബോധാവസ്ഥയിൽ കിടക്കുന്ന എന്റെ മോള് താമസിപ്പിച്ചില്ല. വളരെ വേഗം അവളെ പൊക്കിയെടുത്ത് എന്റെ വണ്ടിയിലിരുത്തി തൊട്ടടുത്ത ഹോസ്പിറ്റൽ വിദഗ്ധമായ ഡോക്ടറുടെ പരിശോധന കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാമോ സായിനാഥൻ, നടക്കുന്നൊരു യാഥാർത്ഥ്യമാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. എന്റെ മകളുടെ ഉദരത്തിൽ ഒരു പിഴച്ച സന്തതി വളരുന്നു. പിന്നെ എനിക്കൊന്ന് മാത്രമേ ചിന്തിക്കാനുണ്ടായിരുന്നുള്ളൂ. ഭ്രൂണഹത്യ അത് പാപമാണെന്ന് എനിക്കറിയാം. പക്ഷേ അഭിമാനം നിലനിർത്താൻ, ഈ ധനാഢ്യന് അഭിമാനത്തോടെ ജീവിക്കാൻ എനിക്ക് കുഞ്ഞിനെ കൊന്നേ മതിയാവും. പക്ഷേ അസ്ഥി വളർച്ചയെത്തിയ ആ കുഞ്ഞിനെ കൊല്ലാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ കുഞ്ഞിനെ കൊല്ലാൻ ഞാൻ ശ്രമിച്ചാൽ മറ്റൊരു മരണം എനിക്ക് കാണേണ്ടി വരും. എന്റെ മകളുടെ മരണം. ഞാൻ അതിൽ നിന്നും ചിന്ത മാറ്റി എന്റെ മകളെയും പൊക്കിയെടുത്ത് അന്ന് കിടക്കൻ മലയോരത്തേക്ക് പോയി ഒരു നഴ്സിംഗ് ഹോം. അവിടെ എന്റെ മോളെ അഡ്മിറ്റ് ചെയ്തു. മാസം തികഞ്ഞ് എന്റെ പൊന്നുമോൾ അലീന ഒരു ആൺകുഞ്ഞിന് ജന്മമേകി. അബോധാവസ്ഥയിൽ കിടക്കുന്ന അവളുടെ അരികിൽ നിന്ന് ഒരു നഴ്സിന് കൈക്കൂലി കൊടുത്ത് ആ കുഞ്ഞിനെ ആൺപൈതലിനെ വെള്ള തുണിയിൽ പൊതിഞ്ഞ് ഞാൻ ഏറ്റുവാങ്ങി. ആ കുഞ്ഞിനെ ഞാൻ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന്റെ തെക്ക് ഭാഗത്ത് ആ പൊന്തക്കാട്ടിൽ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുകയായിരുന്നു. ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച് ഞാൻ ഇരുളിൽ പതുങ്ങിയിരിക്കുമ്പോ നിങ്ങൾ വണ്ടിയിൽ നിന്നും താഴേക്ക് ഇറങ്ങുന്നു, കുഞ്ഞിനെ പൊക്കിയെടുക്കുന്നു, പോലീസ് വണ്ടിയിൽ കയറുന്നു, വാഹനം നീങ്ങുന്നു. അതെ, തിരിച്ച് ഞാൻ എന്റെ മോളുടെ സമീപം ചെല്ലുമ്പോ അവൾ ഭ്രാന്താവസ്ഥയിൽ അവൾ അലമുറയിടുകയായിരുന്നു, അവളുടെ കുഞ്ഞിനെ അന്വേഷിച്ചുകൊണ്ട്. ഇനിയുള്ള എന്റെ ജീവിതം എന്തിനു വേണ്ടിയുള്ളതാണെന്ന് നിങ്ങൾക്കറിയാമോ മിസ്റ്റർ സായിനാഥൻ? എന്റെ മകളുടെ ജീവിതം തകർത്ത് അനാമികയുടെ ജീവിതം ഇല്ലാതാക്കി ആ 3 പേരെയും ഈ ഭൂമുഖത്ത് ഞാൻ വെച്ചിട്ടില്ല. അതെ, അമൽ ദേവ് അവനെ ഈ സംഭവം നടന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോ എന്റെ കയ്യിൽ കിട്ടി താമസിപ്പിച്ചില്ല. അവന്റെ കരടിലേക്ക് അവൻ ഈ ഭൂമിയിൽ മടങ്ങി വരാൻ പറ്റാത്ത വിധത്തിൽ അവൻ ഞാൻ പറഞ്ഞയച്ചു, കാലപുരിക്ക് അയച്ചു. ഇനി 2 പേര് ശേഷിക്കുന്നു, വിൽഫ്രഡ് ഷക്കീർ ഹുസൈൻ. വെച്ചെങ്കില്ല, ഈ ഭൂമുഖത്ത് ഞാൻ വെച്ചെങ്കില്ല. ആ മനുഷ്യന്റെ മുഖത്ത് ബീഭത്സഭാവത്തിന്റെ കൊടിയേറ്റം നടക്കുകയായിരുന്നു. പ്രതികാരത്തീയല പൊങ്ങി സംഹാര ചിന്ത മുഴങ്ങി, പ്രതികാരത്തീയല പൊങ്ങി സംഹാര ചിന്ത മുഴങ്ങി, പിതൃദുഃഖം മന്ദരമായി കണ്ണുകളിൽ അഗ്നി പരന്നു, പിതൃദുഃഖം മന്ദരമായി കണ്ണുകളിൽ അഗ്നി പരന്നു, കണ്ണുകളിൽ അഗ്നി പരന്നു. സത്യാവസ്ഥയെല്ലാം മനസ്സിലായി കഴിഞ്ഞപ്പോ സായിനാഥൻ ആ പണക്കാരുടെ അരികിലേക്ക് പതിയെ നടന്നെടുക്കുക. സർ, എനിക്കെല്ലാം മനസ്സിലായി സർ. അങ്ങയുടെ മകളുടെ കുട്ടിയാണ് ഞാൻ എന്റെ മകനെ പോലെ വളർത്തുന്നത്. അവകാശമില്ല ഞാൻ ഈ കുഞ്ഞിനെ ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരാം, അങ്ങയുടെ ശബ്ദത്തിലേക്ക് ഈ മോനെ ഞാൻ കൊണ്ടുവരാം. ഇല്ല സായിനാഥൻ, ഒരിക്കലും ആ കുഞ്ഞിനെ എനിക്ക് ആവശ്യമില്ല. ആ കുഞ്ഞിനെ വളർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു മോഹം എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അവനെ ഞാൻ ഉപേക്ഷിക്കില്ലായിരുന്നു. കൊല്ലാൻ എന്റെ മനസ്സാക്ഷി സമ്മതിച്ചില്ലാലോ. അതുകൊണ്ട്
ആ കുഞ്ഞ് നിങ്ങളുടെ കയ്യിൽ തന്നെ വളരട്ടെ, നിങ്ങളുടെ മകനായി. ഇത് ഞാനും നിങ്ങളും തമ്മിലൊരു രഹസ്യമായിട്ട് അങ്ങ് മനസ്സിൽ സൂക്ഷിച്ചിരിക്കുക, പുറത്താരും അറിയണ്ട. പിന്നെ ഒരു കാരണവശാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു കയറി വരില്ല. സത്യം, എനിക്കൊറ്റ ബാക്കിയുള്ളൂ. മറ്റൊരു കാര്യം, ആ കുഞ്ഞു മകന് ജീവിത വളർച്ചയിൽ പ്രതിബന്ധങ്ങൾ പലതൊക്കെ ഉണ്ടായേക്കാം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ബംഗ്ലാവിലേക്ക് വരാൻ ഒരു മടിയും നിങ്ങൾ കാണിക്കരുത്. ഈ ബംഗ്ലാവ് നിങ്ങൾക്ക് വേണ്ടി മലർക്ക് തുറന്ന് കിടപ്പുണ്ടാവും. അത്രയും ഫലമുണ്ടായിട്ട് കൂടി അയാളുടെ ഹൃദയ വിശാലതയ്ക്ക് മുമ്പിൽ ഈ കലാകാരൻ തലകുനിച്ച് നിൽക്കുകയാണ്. സന്തോഷവാനായി ആ മനുഷ്യൻ വീട്ടിൽ പാഞ്ഞെത്തി ഭാരതിയോട് എല്ലാ കഥകളും പറഞ്ഞു കേൾപ്പിച്ചു. ഇനി പേടിക്കാനൊന്നുമില്ല. ആ മനുഷ്യൻ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് വരില്ല. ഇത് നമ്മുടെ മോൻ തന്നെയാണ്. ജഗൻ അവനെ വളർത്തുന്നു, അവനെ പഠിപ്പിക്കുവാനായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്യുന്നു. അവൻ 5 വയസ്സായപ്പോൾ അവനെ 1ാം ക്ലാസ്സിൽ ചേർത്തു. LP വിദ്യാഭ്യാസം കഴിഞ്ഞു, UP വിദ്യാഭ്യാസം കഴിഞ്ഞു, ഹൈസ്കൂൾ വിദ്യാഭ്യാസം. 15 വയസ്സ് വരെ അവന്റെ പുറകെ കണ്ണിൽ എണ്ണ ഒഴിച്ച് മാതാപിതാക്കൾ രണ്ടുപേരും ഓടി നടക്കുക. നമ്മളും അങ്ങനെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. പക്ഷേ +1 +2 ഇവൻ +1 +2 വിദ്യാഭ്യാസം. അപ്പോഴും നമ്മുടെ കണ്ണെത്തുന്നുണ്ടോ എന്ന് ഇവിടെ കൂടിയ വിശാഖപട്ടണത്തുള്ള മലയാളികളും ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളുടെ പിന്നാലെ നമ്മൾ സഞ്ചരിക്കുന്നത് ചെറുപ്രായം മുതൽ LKG, UKG, LP, UP, ഹൈസ്കൂൾ നമ്മൾ പോകുന്നു. അവൻ എവിടെ പോകുന്നു? അവന്റെ കൂട്ടുകെട്ടാരൊക്കെ? അവൻ പഠിക്കുന്നുണ്ടോ? അവന്റെ അധ്യാപകർ ഏത് രീതിയിലാണ് അവരോട് പെരുമാറുന്നത്? ഇതൊക്കെ വലിയ ശ്രദ്ധയാണ് നമുക്ക്. പക്ഷേ +1 +2 നമ്മൾ ശ്രദ്ധിക്കാറില്ല. അങ്ങനെ തന്നെയല്ലേ 17, 18 വയസ്സ് പ്രായം? ആരെയും അനുസരിക്കാത്ത ഒരു വല്ലാത്ത പ്രകൃതമാണ് ഈ പ്രായം. എന്തും എടുത്തിയാട്ടത്തിന്റെ ഒരു പ്രായമാണ്. വിവിധ സംസ്കാരങ്ങൾ ഇടചേരുന്ന ഒരു പ്രായം കൂടിയാണ്. അതുകൊണ്ട് ജഗൻ എത്ര പ്രതീക്ഷയോട് കൂടിയാണ് മാതാപിതാക്കൾ ദത്തെടുത്ത് കൊടുത്തിയ മകൻ അവന്റെ യാത്രയാണ്. മാതാപിതാക്കൾക്ക് ദുഃഖമുണ്ടാക്കി. പക്ഷേ ആ പിതാവ് സഹിക്ക വയ്യാതെ ആയപ്പോ കോളേജിലേക്ക് ഒരു ദിവസം വരികയാണ്. അതെ, അതിനൊരു കാരണം കൂടിയുണ്ട്. പ്രിൻസിപ്പളിന്റെ ക്ഷണമുണ്ടായിരുന്നു, കോളേജിലേക്ക് വരണം. ആ മനുഷ്യൻ ദുഃഖാർത്ഥനായി നേരെ കോളേജ് അതിർത്തിയിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു വരുമ്പോൾ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ആ വൃക്ഷത്തലപ്പുകൾക്ക് താഴെയായി ആ കലാശാല നിലകൊള്ളുകയാണ്. അദ്ദേഹത്തിന് സംശയമായി, ഇത് കലാശാല തന്നെയാണോ, അല്ലെങ്കിൽ പ്രണയ സമ്മേളനത്തിന്റെ സംസ്ഥാന യോഗം നടക്കുന്ന വല്ല സ്ഥലമോ മറ്റോ ആണോ? അങ്ങനെയാണ് പുള്ളിക്കാരൻ സംശയം തോന്നിയത്. കാരണം കോളേജ് അന്തരീക്ഷത്തിൽ പഠിക്കാൻ വന്ന കുട്ടികൾ എങ്ങനെയൊക്കെ ആയിരിക്കുന്നത്? ഇതായിരിക്കുന്നത് നിവിൻ പോളിയും മലരും ഇരിക്കുന്നു, ആണും പെണ്ണും കൊട ചൂടിക്കൊണ്ട് ഒരു മരത്തിന് താഴെ ഇരിക്കുകയാണ്. തൊട്ടടുത്തിരിക്കുന്നു പരീക്കുട്ടിയും കറുത്തമ്മയും ഇരിക്കുന്നു. അടുത്ത സ്ഥലത്ത് അവർ നോക്കിയപ്പോൾ കൊണ്ട് രമണനും ചന്ദ്രികയിരിക്കുന്നു. ഇവര് മാത്രമല്ല, ഇവര് ഈ പുതിയ കാലത്തുള്ള ചില പ്രണയ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, സിനിമാ പാട്ട്, ഇതൊക്കെ പാടി ഈ ആണും പെണ്ണും ഒക്കെ അങ്ങനെ രസിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ കരളിൽ എന്റെ കരളിൽ കണ്ടുപിടിച്ചാലും മാറൂല, സ്വാമി വലിച്ചാലും മാറൂല, കണ്ടുപിടിച്ചാലും മാറൂല, സ്വാമി വലിച്ചാലും മാറൂല. പ്രേമം എന്നാൽ എന്താണ്? എന്റെ കരളിൽ എന്റെ കരളിൽ പഠിക്കാൻ വേണ്ടി മാതാപിതാക്കൾ പാടുപെട്ട് പഠിപ്പിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന കുട്ടികൾ പാട്ടും പ്രണയവുമായി കഴിഞ്ഞുകൂടുകയാണ്. ഈ സമയത്തുള്ള തൊട്ടടുത്ത് ഒരു ഉണങ്ങിയ ആലുമരത്തിന്റെ താഴെ ഒരു ഉണങ്ങിയ വിദ്യാർത്ഥി, അവൻ ആകാശത്തേക്ക് നോക്കി. ആ വിദ്യാർത്ഥിയും ഒരു പാട്ട് പാടുന്നുണ്ട്. ഈ ഗാന്ധതയുടെ അപാരം രണ്ടു പുക അടുപ്പിച്ചു വലിച്ച ലക്ഷണമുണ്ട്. ഏകാന്തതയുടെ പുകച്ചുരുളുകൾ അന്തരീക്ഷത്തിലേക്ക് ഊതിവിട്ട് ശബ്ദമുണ്ടാക്കിയിരിക്കുന്ന ഒരു വിദ്യാർത്ഥി. ഇതൊക്കെ കണ്ടാണ് ആ പിതാവ് ആ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചത്. പ്രിൻസിപ്പലിന്റെ ക്ഷണപ്രകാരം മുറിയുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ തിരക്കൊഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തെ അങ്ങോട്ട് ക്ഷണിച്ചു. ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നില്ല. വേണ്ട സർ, ഞാൻ ഇവിടെ നിന്നുകൊള്ളാം. വിളിപ്പിച്ചത് മറ്റൊന്നുമല്ല സായിനാഥ്, നിങ്ങളുടെ മകന്റെ സ്ഥിതി ആകെ തകിടം പറഞ്ഞിരിക്കുക. ആ പയ്യൻ പഠിക്കാൻ വന്ന പ്രകൃതക്കാരനല്ല. ഇവിടുത്തെ സമരമുഖങ്ങളൊക്കെ അവനുണ്ട്. തന്നെയല്ല, ഇവിടുത്തെ ഈ ലഹരി മരുന്ന് കച്ചവടവുമായി ബന്ധപ്പെട്ട് അവൻ പങ്കെടുക്കുന്നുണ്ടോ, അത് ഉപയോഗിക്കുന്നുണ്ടോ ഒക്കെ സംശയമുണ്ട്. പലയാവർത്തി ഇവിടുത്തെ അധ്യാപകർ അവനെ ഉപദേശിച്ചു. നേർവഴിക്ക് വരുന്ന ലക്ഷണമില്ല. ഇപ്പൊ വിളിപ്പിച്ചത് മകൻ വീട്ടിൽ വന്നാൽ ഒന്ന് ഉപദേശിക്കണം, കാര്യമായി ഉപദേശിക്കണം. എന്നിട്ടും നിങ്ങളുടെ മകൻ നേർവഴിക്ക് വന്നില്ല എങ്കിൽ പിന്നെ
അവൻ ഈ കോളേജിൽ വെച്ച് പൊറപ്പിക്കുന്നതല്ല, ഡിസ്മിസലോട് കൊടുക്കുന്നതായിരിക്കും. ഹൃദയത്തിലേക്ക് നിറച്ച കഠാരിയായിരുന്നു ആ വാക്കുകൾ. ചാടി വിറച്ചു തൊള്ളി നിൽക്കുന്ന പ്രിൻസിപ്പള്, ഒപ്പം തന്നെ പാവം മനുഷ്യൻ ആ ദുഃഖത്തോട് ദുഃഖവാർത്ത അറിഞ്ഞ് അയാൾ വീട്ടിൽ വന്ന് കയറുമ്പോൾ നിറഞ്ഞ മിഴികളുമായി അമ്മ ഓടി വരുന്നു. എന്താ എന്താ മുഖം വല്ലാതിരിക്കുന്നത്? എന്ത് സംഭവിച്ചു? നമ്മുടെ മോന്റെ കാര്യം പറയാൻ വേണ്ടിയാണ് എന്നെ വിളിപ്പിച്ചത്. നമ്മൾ ഉദ്ദേശിച്ച പ്രകൃതത്തിലല്ല അവന്റെ വളർച്ച. കോളേജില് അവൻ ചെയ്യാത്ത പ്രവൃത്തികളൊന്നുമില്ല. സമരമുഖങ്ങളിൽ മദ്യപാനത്തിനും ഒക്കെ അവൻ മുൻപിൽ എല്ലാ അനാശാസ്യ പ്രവർത്തനവും അവൻ നടത്തുന്ന ഒന്നാം പ്രിൻസിപ്പൽ തന്നെ അറിയാൻ കഴിയുന്നത്. നീക്കറിയാതെ അവൻ വന്നാൽ അവനെ ഒന്ന് ഉപദേശിക്കാൻ അത് മാത്രം പറഞ്ഞയച്ചു. നമുക്ക് കാര്യമായി അവനെ ഒന്ന് ഉപദേശിച്ച് കഴിയാം. നീക്കറിയാതെ എല്ലാത്തിനും പരിഹാരമുണ്ടല്ലോ. സമാധാനമായിരിക്കും. ഭാര്യയെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. വൈകുന്നേരം മകനെ കാണാനില്ല. 5 മണിയാകുമ്പോൾ വീടണയുന്ന പയ്യന് ഇപ്പോൾ ഇന്ന് 5 മണിയായിട്ട് വന്നിട്ടില്ല. 6 മണിയായി. ഇവനെവിടെ പോയിരിക്കുന്നു? 7 മണിയായി. മകൻ വന്നിട്ടേ ഇല്ല. 8 മണിയായി. അലക്തീക ദീപത്തിന്റെ പ്രകാശം ആ മുറ്റത്തേക്ക് പടർന്നു. ഈ സമയം കൊണ്ട് കുറെ ബൈക്കുകൾ ആ വീട്ടുമുറ്റത്തേക്ക് നടക്കുക. നിരവധി ബൈക്ക് റൈസ് ചെയ്തുകൊണ്ട് ബൈക്കിൽ വരുമ്പോൾ കുറെ മടങ്ങി പോകുന്നു. ഒരു വണ്ടി വന്ന് നിന്നിട്ടുണ്ട്. ആ മനുഷ്യൻ പതിയെ പുറത്തേക്ക് ഇറങ്ങി. ആ വൈദ്യുത ദീപത്തിൽ ആ വന്നു നിൽക്കുന്ന വണ്ടി അയാൾ ശ്രദ്ധിച്ചു. ആ വണ്ടിയിൽ നിന്നും കാല് നിലത്തുറക്കാതെ ഒരാൾ ആടി ജഗനല്ലേ അത്? ജഗന്. മോനെ, മോശപ്പെട്ട കൂട്ടുകെട്ടുകളൊക്കെ തുടങ്ങിയോ നീ? ഇതൊക്കെ എന്നോട് ചോദിക്കാൻ നിങ്ങൾ എന്റെ ആരാണ്? എടാ മദ്യപിച്ചിട്ടുണ്ടോ നീ? അത് ഞാൻ ചോദിച്ചത്. എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ എന്റെ ആരാണ്? ആ പൊന്തക്കാറ്റിൽ നിന്ന് കളഞ്ഞു കിട്ടിയ ജാരസന്ധതയല്ലേ ഞാൻ? ജഗൻ ആരാണ് നിന്റെ കള്ളക്കഥ പറഞ്ഞത്? മക്കളെ, നിന്റെ കഥേരിയുമായി ഇന്ന് ഞാൻ കോളേജിൽ വന്നിരുന്നു. പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞു, മോനെ, നിന്നെ കോളേജിൽ ചേർത്തപ്പോ പിതാവിന്റെ പേരിന്റെ സ്ഥാനത്ത് ഒരു അച്ഛന്റെ പേര് എഴുതി ചേർത്തിട്ടുണ്ട്. ശ്രീമഠത്തിൽ സായിനാഥൻ ചാക്യാരുടെ പേര്. നിന്റെ അച്ഛന്റെ പേര് മതി. അവനെ ഉപദേശിച്ചത് മതി. അമ്മയുടെ കയ്യിൽ വീണു. അമ്മമാർക്ക് ഇതല്ലാതെ വേറെ എന്താ പണിയുള്ളത്? മക്കള് തെറ്റ് ചെയ്താല് അച്ഛൻ മടിയെടുക്കും, ശാസിക്കും. പക്ഷെ അമ്മയുണ്ടല്ലോ, അമ്മ സമ്മതിക്കില്ല. ഉടനെ അച്ഛന്റെ മുന്നിലേക്ക് ചാടിയൊക്കെ വീഴും. തല്ലിക്കൊല്ലല്ലേ കാല. കാരണം എന്താ? ഈ മാതാപിതാവ് എന്ന് പറഞ്ഞാൽ, മാതാക്കൾ എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. 10 മാസം, ആ 10 മാസം ഉദരത്തിൽ ചുമന്നതിന്റെ ഒരു വേദനയുണ്ട്. ഭർത്താവല്ല ഏത് ദൈവം തമ്പുരാൻ മക്കളെ ശാസിക്കാൻ ശ്രമിച്ചാൽ അവർ സമ്മതിക്കില്ല. അതാണ് ഈ അമ്മയുടെ ദുഃഖം. വിളിച്ചോണ്ട് പോവുകയാണ്. എത്ര പ്രതീക്ഷയോട് കൂടിയാണ് ആ കുടുംബം വളർന്നത്. ഒരു മകനെ കിട്ടിയെന്ന ആ സന്തോഷത്തിലല്ലേ അവർ ജീവിച്ചു പോകുന്നത്. ഇപ്പോ ആകെ തകടം പണിഞ്ഞിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചു. അവരാരും ഭക്ഷണം കഴിച്ചില്ല. അവർ 3 പേരിൽ കട്ടിൽ കയറി കിടപ്പായി. അവരുടെ ദുഃഖം അന്തരീക്ഷം ഏറ്റെടുത്ത പോലെ ഇരിക്കുന്നു. വല്ലാത്ത ദുഃഖത്തിലായിരിക്കുന്നു ആ കുടുംബം. പ്രതീക്ഷകളെല്ലാം തകർന്ന മട്ടാണ് കുടുംബത്തിൻ്റെത്. അടുത്ത ദിവസം നേരം പിറന്നതോടുകൂടി ആ മതിരാവിലെ ഉണർന്ന് മകൻ ജഗൻ കിടക്കുന്ന മുറിയുടെ വാതിൽ തുറന്നു നോക്കുമ്പോ അവർ ഭയന്നു. മകനില്ല. മകൻ ജഗൻ, കുഞ്ഞേ ജഗൻ. അവൻ ഓരോ മുറിയും കയറി ഇറങ്ങി പരിശോധിക്കുന്നു. മകനെ മുറിക്കകത്ത് കാണാനില്ല. വാതുക്കൽ വരുമ്പോ
വാതിക്കലുള്ള ചാരുകസാലയിൽ അച്ഛൻ ഇരിപ്പുണ്ട്. നമ്മുടെ മോൻ ജഗൻ മുറിയിലില്ല. അവൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന കണ്ടായിരുന്നു നിങ്ങള്? എന്റെ മുന്നിലൂടെ അവൻ കടന്നു പോയത്. മുഖമുയർത്തി എന്നെ നോക്കിയത് പോലുമില്ല. അയ്യോ, നമ്മുടെ മോനെ ഒന്ന് വിളിച്ചോണ്ട് വരും. ഇല്ല, ഞാൻ പോകില്ല. ചൊല്ലിക്കൊണ്ട് നുള്ളിക്കൊണ്ട് തള്ളിക്കണം, അതാണ് എന്റെ പ്രമാണം. നമ്മുടെ നാട്ടില് ഒരു മഹാകവി ഉണ്ടായിരുന്നു, കുഞ്ചൻ നമ്പ്യാര്. അദ്ദേഹം ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്: കുഞ്ഞില്ലാഞ്ഞാൽ ഒരു ദുഃഖം, കുട്ടികൾ ഉണ്ടായാൽ പല ദുഃഖം. നമ്പ്യാരാശാനെ, നിങ്ങൾക്ക് എന്നെ നന്നാവാകും. അവൻ എന്നും നല്ലത് പഠിച്ചു വീട്ടിൽ വരുന്നുവോ അന്ന് ഞാൻ വീട്ടിൽ അവന് കയറ്റും. അല്ലാതെ അവന്റെ പിന്നാലെ ഞാൻ പോവില്ല. അവൻ പോയി നല്ലത് പഠിച്ചു വരട്ടെ. ആ മനുഷ്യൻ ദൃഢ മനസ്സോടെ വാതുക്കൽ തന്നെ ഇരുന്നു. ഭാര്യ കരഞ്ഞുകൊണ്ടേയിരുന്നു. സുഹൃത്തുക്കളെ, 1.5 മാസം കഴിഞ്ഞിട്ടും ആ മകൻ ജഗൻ അവൻ വീട്ടിലേക്ക് വന്നതേയില്ല. ഒരാഴ്ച കൂടി കഴിഞ്ഞപ്പോ പത്രത്തിൽ ഒരു വാർത്ത വന്നിരിക്കുന്നു. ആ വാർത്ത കണ്ട് നടുങ്ങി നിൽക്കുകയാണ് മാതാപിതാക്കൾ. നഗരത്തിലെ ലഹരി മരുന്ന് കള്ളക്കടത്ത് കേസിൽ 5 പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിലൊരാള് സായിനാഥൻ ചാക്യാരുടെ മകൻ ജഗൻ. പോലീസ് പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞപ്പോ അവരെ കോടതിയിൽ ഹാജരാക്കി. പക്ഷേ പ്രതിസ്ഥാനത്ത് നിന്ന് ബഹുമാന്യ സുഹൃത്തുക്കളെ ജഗന്റെ പേര് ഒഴിവാക്കപ്പെട്ടിരിക്കുക. പണത്തിന്റെ കളി, ഗാന്ധി തലകല്ലം എടുക്ക്. കാരണം ക്രിസ്റ്റി എഫ് കെന്നഡി അയാളോട് വിവരം ചെന്ന് പറഞ്ഞു. ആ പണക്കാരൻ ഇടപെട്ടു. അയാൾ പണം വാരിക്കോരി ചൊരിഞ്ഞു. ഇവനെ മാപ്പ് സാക്ഷിയാക്കി. മറ്റ് 4 പേർ പ്രതികൾ. അവർ ജയിലിനകത്തേക്ക്, ഇവൻ പുറത്തേക്ക്. മകനെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഈ കഥയൊന്നും അവൻ അറിഞ്ഞുകൂടാത്തത്. മകനെ വിളിച്ചുകൊണ്ട് ആ പിതാവ് വീട്ടിൽ വന്നു. അകത്ത് കയറി ഡൈനിങ് ടേബിളിന് മുഖാമുഖം ഇരിക്കുക. അമ്മ ഭക്ഷണം വിളവന്നു. എന്താടാ നോക്കി നിൽക്കുന്നത്? ആഹാരം കഴിക്കുക. നിനക്ക് വേണ്ടിയാ മോനെ ഞാൻ ഇവിടെ കഷ്ടപ്പെടുന്നത്. നീയൊക്കെ എന്താ ഇങ്ങനെ തുടങ്ങുന്നത്? എടാ, ജീവിതാവസാനം വരെ വലിയ ശിക്ഷ അനുഭവിക്കേണ്ട കേസിൽ നിന്ന് ചുളിവിൽ നീ രക്ഷപ്പെട്ടിരിക്കുന്നത്. മക്കളെ, നീ ഇനി പഠിക്കാൻ പോകണ്ട. പഠിച്ചിട്ട് വലിയ ഗുണമൊന്നുമില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. നിനക്കൊക്കെ ആവശ്യം പണമാണ്. പണത്തിന് വേണ്ടി എന്ത് നീചകൃത്യവും ചെയ്യാനും നീയൊക്കെ ഒരു മടിയും കാണിക്കില്ല. അതുകൊണ്ട് ഞാൻ പറയുക, നിനക്കൊരു ജോലി ഞാൻ വാങ്ങിത്തരാം. എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട് നഗരത്തിൽ. നാളെ രാവിലെ നീ ഒരുങ്ങിക്കോളൂ. നമുക്ക് ഒരു സ്ഥലത്ത് പോയി നല്ലൊരു ജോലി നിനക്ക് ഞാൻ വാങ്ങിത്തരാം. അവൻ തലയിൽ വീഴ്ത്താതെ എല്ലാം കഴിക്കുക. ആഹാരം കഴിച്ചു കഴിഞ്ഞു. അതിനുശേഷം അടുത്ത ദിവസം നേരം പെടുന്നതോടുകൂടി പിതാവിന്റെ ഒപ്പം കുളിച്ചൊരുങ്ങി അവൻ പോകുന്നു. നഗരത്തിന്റെ ഹൃദയ തലത്തിലെത്തിയപ്പോ അവിടെ വലിയൊരു ഹോട്ടൽ ഉയർന്നു നിൽക്കുന്നു. താജ് റെസിഡൻസി, ഒരു ബഹുനില കെട്ടിടം, ഒരു വലിയ ഹോട്ടൽ, വൻകിട ഹോട്ടൽ. ആ ഹോട്ടലിലേക്ക് അച്ഛനും മകനും കയറി 25-ാം നമ്പർ മുറിയുടെ മുന്നിലെത്തുമ്പോ കോളിംഗ് ബെല്ലിൽ വിരലമർത്തി. ആ ബെല്ലിന്റെ മുടക്കമാർന്ന ശബ്ദം കേട്ട് വാതിൽ തുറക്കപ്പെടുമ്പോ 2 പേരും അകത്തേക്ക് പ്രവേശിച്ചു. ഉയർന്ന പീഠത്തിൽ ഒരു മനുഷ്യൻ ഇരിക്കുകയാണ്. അവർ കണ്ടു ക്രിസ്റ്റി എഫ് കെന്നഡി. അച്ഛനെയും മകനെയും കണ്ട ഭാവം പോലും ആ മനുഷ്യനില്ല. ഇരിക്കൂ. മുന്നിലുള്ള സീറ്റിൽ ഇരുന്നു. എന്താ പേര്? സർ, എന്റെ പേര് ജഗൻ. സർട്ടിഫിക്കറ്റ് ഏൽപ്പിച്ചു. മിസ്റ്റർ ജഗൻ, എന്ത് ചെയ്യാനാ? എന്റെ ജോലി ചെയ്യാൻ പറ്റുന്ന വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾക്കില്ല. പിന്നെ എങ്ങനെയാ ഞാൻ നിങ്ങൾക്ക് ജോലി തരിക? ജഗൻ, എന്നാലും നിങ്ങൾക്ക് ഞാൻ ജോലി തരാൻ പോവാ. കാരണം എന്താണെന്നോ? ഈ ഇരിക്കുന്ന വലിയ കലാകാരനോടുള്ള ഒരു ആദരവ്. ചാക്യാർ കൂത്ത് കലാകാരൻ. ആ മനുഷ്യനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി നിങ്ങൾക്ക് ഞാൻ ജോലി തരുന്നു. ജോലി ചെയ്യേണ്ടത് നമ്മുടെ മണ്ണിലല്ല, കേരളത്തിലല്ല. കേരളം വിട്ട് നിങ്ങൾ പോകണം. ചെന്നൈ, ചെന്തമിഴകത്തിന്റെ ഹൃദയസ്ഥലി, അവിടെ ചെല്ലണം. അവിടെ മാത്രമല്ല, അവിടെ ജോലി കഴിഞ്ഞാൽ നിങ്ങൾ പ്രൊബേഷണറി പീരിയഡ് ആണല്ലോ. ഹൈദരാബാദിലേക്ക് പോകണം, വിശാഖപട്ടണത്ത് വരണം, മുംബൈയിൽ വരണം, ഗോവയിലേക്ക് പോകണം, ഡൽഹിയിലേക്ക് പോകണം. വിവിധങ്ങളായിട്ടുള്ള എന്റെ സ്ഥാപനങ്ങളുള്ള സ്ഥലങ്ങളാണ്. അവിടേക്ക് പോയി ജോലി ചെയ്യണം. ശമ്പളം ഞാൻ പ്രഖ്യാപിക്കുന്നു. ഒരു മാസം 30,000 rupees, 30,000 രൂപ. ഒരു പണിയും പഠിക്കാതെ നിങ്ങൾക്ക് ഞാൻ ശമ്പളം തരികയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് ജോയിൻ ചെയ്യാം, ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച. വിഷ് യുവർ സക്സസ്. പിന്നെ ഈ വേഷം എനിക്ക് അത്ര കണ്ടങ്ങ് പിടിച്ചില്ല.
എന്ത് തലമുടിയായി കാണുന്നത്. നോക്കിയപ്പോ രാക്ഷസന്റെ പോലെ തലമുടിയൊക്കെ ഇപ്പോഴത്തെ സ്റ്റൈലിൽ ചെത്ത് സ്റ്റൈലൊക്കെ ചെത്തി ഒരുക്കി വന്ന് നിൽക്കുകയല്ലേ. പാൻ്റ് ആണെങ്കിലൊക്കെ നല്ല പാൻറ്, നല്ല രീതിയിൽ സ്റ്റിച്ചിങ്, ആ തയ്യക്കാരൻ തയ്ച്ചു കൊടുത്തതൊക്കെ കീറി മാന്തിയൊക്കെ വെച്ചിരിക്കുകയാണ് പാൻറ്. ഇതൊക്കെ ഒന്ന് മാറ്റണം. എൻ്റെ ബിസിനസ് നല്ലൊരു എക്സിക്യൂട്ടീവ് സ്റ്റൈലുള്ള ബിസിനസ്സാണ്. മാർബിൾ കച്ചവടം, അത് ഓൺലൈനിലൂടെയാണ്. അതുകൊണ്ട് ഈ ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ ഇത്തരം കോമാളി വേഷങ്ങളൊന്നും അരുതാത്തതാണ് കേട്ടോ. നിങ്ങൾ ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ പോയി ജോലി എല്ലാം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയാ ജോലി വേണ്ടത്? എറണാകുളം ജില്ലയിൽ വേണോ, തൃശ്ശൂർ വേണോ, കണ്ണൂർ വേണോ, അതോ തലസ്ഥാന നഗരിയിൽ? നിങ്ങളുടെ ശമ്പളം 50,000 rupees. നിങ്ങൾ ജനറൽ മാനേജർ തസ്തികയിലേക്ക് ഞാൻ നിങ്ങളെ പോസ്റ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, എല്ലാവിധ ആശംസകളും. യാത്ര പറഞ്ഞ് പിരിയുകയാണ് സുഹൃത്തുക്കളെ. അടുത്ത ആഴ്ച ആ മകൻ ജോലി കിട്ടിയ സന്തോഷത്താൽ അവൻ അതിരാവിലെ കുളിച്ചൊരുങ്ങി നല്ല വസ്ത്രമൊക്കെ അണിഞ്ഞ് കയ്യിലൊരു ബ്രീഫ് കേസുമായി അവൻ അച്ഛൻ്റെ അമ്മയുടെ അരികിലേക്ക് വരികയാണ്. അച്ഛൻ, അമ്മ, എന്നോട് ക്ഷമിക്കണം. എൻ്റെ ചെറുപ്പത്തിൻ്റെ ആ രക്തത്തിളപ്പില് ഞാൻ എന്തൊക്കെയോ നിങ്ങളോട് പറഞ്ഞു. മാപ്പ് തരണം. കാലിൽ കെട്ടി വീണ് ജഗൻ അവൻ മാപ്പപേക്ഷിക്കുകയാണ്. കണ്ണു നിറഞ്ഞൊഴുകുകയും കണ്ണീർ കണങ്ങൾ കവിൾത്തരത്തിലുള്ള ചാലുകളായി പ്രവഹിക്കുന്നു. മകനെ അനുഗ്രഹിക്കുന്ന മാതാപിതാക്കൾ. അവൻ പോവുകയാണ്. യാത്ര പറഞ്ഞ് നേരെ പോകുന്നത് തമിഴ്നാട്ടിൽ ചെന്തമിഴകത്തിന്റെ ആ ഹൃദയ സ്ഥൈര്യത്തിൽ ചെന്ന് അവൻ കാലുകുത്തി ജോലി ചെയ്യുന്നു. അതിനുശേഷം ഹൈദരാബാദിലേക്ക് വരുന്നു, മുംബൈയിലേക്ക് പോകുന്നു, ഉത്തര ബീഹാറിലേക്ക് വരുന്നു. അവിടെ എല്ലാം മയൂർ ബീഹാറിലൊക്കെ ജോലി കഴിഞ്ഞ് അവന് കുറച്ച് പണം വന്നു. ആ പണമെല്ലാം അവൻ ശേഖരിച്ചു വെച്ചു. മറ്റേ കൂട്ടുകെട്ടുകളൊക്കെ മാറിയപ്പോൾ സ്വഭാവശുദ്ധി കൈവന്നിരിക്കുന്ന പയ്യൻ ബാക്കിയുള്ള പണം അവന്റെ ചെലവ് കഴിച്ചു അവനെല്ലാം അച്ഛന് അയച്ചു കൊടുക്കുന്നു. ആ പണം കിട്ടിയ ഉടനെ സന്തോഷവാനായി പിതാവ് വീടൊന്നും ഓടി പിടിപ്പിച്ചു. മതിലും ഗേറ്റും കാര്യങ്ങളൊക്കെയായി. ഏതായാലും അവൻ കാലങ്ങൾ കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് അവൻ നേരെ കേരളത്തിൽ വന്നിരിക്കുന്നു. കേരളത്തിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്, തലസ്ഥാന നഗരിയിൽ. അവിടെ ഒരു ഫ്ലാറ്റിൽ താമസിച്ചുകൊണ്ട് ജഗൻ ജോലി ചെയ്യുകയാണ്. അവൻ ജോലി ചെയ്യുമ്പോൾ ഓൺലൈൻ വ്യാപാരമാണല്ലോ. സാധാരണ ഈ മുറുക്കാൻ കട തുറന്ന് വെച്ചിരിക്കുന്ന പോലെ കടല, ഉപ്പ്, മുളക് ഇതൊക്കെ കൊടുക്കുന്ന പോലെയല്ല, ഓൺലൈനിലാണ് കച്ചവടം. ഒരു ദിവസം അവൻ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വന്ന് കിടക്കുകയാണ്. അവനത് ശ്രദ്ധിച്ചു. ഒരു നമ്പറുണ്ട്. ആ നമ്പർ ഒന്ന് മൊബൈലിൽ സേവ് ചെയ്ത് അവനൊന്ന് വിളിച്ചു നോക്കുമ്പോൾ മറുനിലക്കൻ സ്വരസുന്ദരമായ ഒരു ശബ്ദം, ഒരു സ്ത്രീ ശബ്ദം. പിന്നീട് ഫോണിലൂടെ രണ്ടുപേരും ഒന്ന് വിളിയോട് വിളി. ഇവൻ വിളിച്ചില്ലെങ്കിൽ അവിടെ നിന്ന് വിളി വരുന്നു. പിന്നീട് ഇവൻ വിളിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയോടും വിളി. ഫോണിലൂടെ വിളി മാത്രമല്ല, ഇപ്പൊ പുതിയ കാലത്ത് ഒരു സംവിധാനമൊക്കെ ഉണ്ടല്ലോ, വാട്സാപ്പ്. വാട്സാപ്പിലൂടെ എന്ത് പരിപാടിയാ ഉള്ളത്? ചാറ്റിംഗ്. അച്ഛനും അമ്മയും ചാറ്റിംഗ്. വാലടച്ചു വെച്ച് ചാറ്റിംഗ്, ചാറ്റിംഗ്, പുതുമുറി ചാറ്റിംഗ്, ചാറ്റിംഗ്, ചാറ്റിംഗ്. അവസാനിക്കുന്നതാണ് പുതിയ കാലത്തെ പ്രണയം. എൻ്റെ ഉണ്ണിത്താൻ സാറേ, നമ്മുടെയൊക്കെ പ്രായത്തിൽ ഇങ്ങനെ വല്ലതും ഉണ്ടോ ഒന്ന് പറഞ്ഞു നോക്കൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ കാലത്ത് നമ്മുടെ സ്കൂളിൽ പാടവരമ്പിലോ നേരെ സ്കൂളിന്റെ മറവിലോ
കത്ത് എഴുതി കാത്തിരിക്കുകയാണ്. ശംഖുപുഷ്പം കണ്ണെഴുതുന്നു, ശകുന്തളയിൽ നിന്നെ ഓർമ്മ വരും. ഒരു ശകുന്തളയും നമ്മുടെ കത്ത് വാങ്ങാനുണ്ടായിരുന്നില്ല, നമ്മൾ കൊടുക്കാൻ നിന്നില്ല. അതായിരുന്നു നമ്മുടെ കാലം. സംസ്കാരത്തിന്റെ ആ വിശുദ്ധി കാത്തു സൂക്ഷിച്ചവരാ നമ്മള്. പുതിയ തലമുറക്കത് അന്യമാകുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ആ കോവിഡ് കാലത്ത് മൊബൈൽ നമ്മുടെ മക്കളുടെ കയ്യിലേക്ക് വന്നപ്പോ മുറിയടിച്ച് മകളിരിക്കുകയാണ്. മകൾ വാതടച്ചുകൊണ്ടിരിക്കുക. അമ്മയുടെയും അച്ഛന്റെയും ധാരണ അവൾ പഠിക്കുകയെന്ന്. അച്ഛനും അമ്മയും കൊണ്ട് ചോദിക്കുന്നു, മോളെ ലക്ഷ്മിക്കുട്ടി നീ എന്തെടുക്കാം ഇവിടെ? മമ്മി ഞാനിവിടെ ഹിസ്റ്ററി പഠിച്ചുകൊണ്ടിരിക്കുക. അവള് പഠിക്കുന്ന ഹിസ്റ്ററി അല്ല, അവള് ലോകത്ത് കാണാൻ പറ്റാത്ത പലതൊക്കെ ഇതിന് കാണാനുള്ള സൗകര്യമുണ്ട്. ഇതൊക്കെ അവള് കണ്ടു പഠിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ അപകടകരമായ ഒരു ലോകത്തിലൂടെയുള്ള യാത്ര. മാതാപിതാക്കളുടെ കണ്ണ് കൂടിയേ തീരൂ. കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും, കണ്ണിലെപ്പോഴും കത്തിച്ചൊലിക്കുമ്പോൾ കണ്ണു വേണം. അടയാത്ത കണ്ണ്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു എന്ന് മാത്രം. ഇവിടെ വാട്സപ്പ് ചാറ്റിങ്ങിലൂടെ ഒരു പെണ്ണ് അവന്റെ ഹൃദയത്തിലേക്ക് സ്ഥാനം പിടിച്ചിരിക്കുന്നു. പുതിയ കാലത്തിന്റെ ഒഴുക്കിൽ പെട്ടുപോയ ഒരു സുന്ദരി പെൺകിടാവ് സരയു. മയ്യണി കരിമീനും വളർത്തണ പെണ്ണേ, മയ്യണി കരിമീനും വളർത്തണ പെണ്ണേ, മഴവില്ലു തിരുകിയതാരോ, പെയ്യാത്ത മേഘമുള്ളിൽ മഴവില്ലു തിരുകിയതാരോ, ആരും 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 മഴവില്ലു തിരുകിയതാരോ, മഴവില്ലു തിരുകിയതാരോ, മഴവില്ലു. ഒരു സുന്ദരി പെണ്ണ് സരീം. അവളുടെ സ്ഥലം ശംഖുമുഖത്താണ്. ഒരു കമ്പ്യൂട്ടർ സയൻസ് ഫൈനൽ ഇയർ വിദ്യാർത്ഥിനിയാണ് ഈ പെൺകിടാവ്. 2 സഹോദരിമാരുടെ അവരുടെ കല്യാണം കഴിഞ്ഞു. ഒരു കർഷക കുടുംബാംഗമാണ് സരീം. ഏതായാലും 2 പേരും പ്രണയബദ്ധരാണ്. ഒരു ദിവസം വീട്ടിൽ മാതാപിതാക്കള് മകന്റെ കല്യാണക്കാര്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻ അച്ഛൻ്റെ അരികിലേക്ക് വന്നു. അച്ഛാ, എന്നോട് ക്ഷമിക്കണം, ഞാൻ വാട്സപ്പ് ചാറ്റിങ്ങിലൂടെ ഒരു പെണ്ണിനെ പരിചയപ്പെട്ടു. സരയു എന്ന പെണ്ണിന്റെ പേര്, സ്ഥലം ശംഖുമുഖം. എന്നോട് അല്പ സ്നേഹമുണ്ടെങ്കിൽ ആ പെണ്ണിനെ ഉണ്ട് എന്ന് കാണണം. അവളെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മതി കല്യാണമൊക്കെ. ഞങ്ങൾ 2 പേരും പ്രണയബദ്ധരാണ്. വാട്സപ്പ് ചാറ്റിങ്ങിലൂടെ ഞങ്ങൾ പരിചിതരായി, ഞങ്ങൾ പ്രേമബദ്ധരാണ്. ഒന്നിച്ചെന്ന് അന്വേഷിച്ചു വരും. മാതാപിതാക്കൾ യാത്രയായി. അവർ നേരെ ശംഖുമുഖത്ത് വന്നു. ഈ പെണ്ണിനെ കണ്ടു. മേലെ സുന്ദരിയായ ആ വെളുത്ത പെണ്ണിനെ കണ്ട് അവർക്ക് അത്യധികം ഇഷ്ടമായി. കല്യാണ കാര്യങ്ങളെ ഏറെക്കുറെ അടുപ്പിക്കുന്ന മട്ട് സംസാരിച്ചുറപ്പിച്ച് അവർ മടങ്ങിയിരിക്കുകയാണ്. വീട്ടിൽ വന്നു കയറുമ്പോ സായിനാഥൻ ആലോചിച്ചു, അല്ല, എനിക്കെങ്ങനെ വാക്ക് കൊടുക്കാൻ പറ്റും? എനിക്ക് സാധിക്കില്ല. അവന് ബന്ധുക്കളുണ്ട്, ക്രിസ്ത്യൻ കന്നഡി. ആ മനുഷ്യന്റെ മകളുടെ മകനല്ലേ ഞാൻ വരുന്നത്? അയാൾ അനുവാദമില്ലാതെ ഞാൻ എങ്ങനെയാ ഇവന്റെ കല്യാണം നടത്തുന്നത്? ഭാര്യയോട് പറഞ്ഞുകൊണ്ട് അയാൾ സഞ്ചരിച്ചു. അയാൾ നേരെ ചെല്ലുന്നത് ഫോർട്ട് കൊച്ചിയിൽ INS ദ്രോണാചാര്യ കരികിലുള്ള ആ വലിയ ബംഗ്ലാവിൽ. ആരായി കടന്നു വരുന്നത്? മിസ്റ്റർ സായിനാഥൻ. കടന്നു വരൂ മിസ്റ്റർ, ഒരുപാട് കാലമായല്ലോ നിങ്ങളെ കണ്ടിട്ട്. ഇരിക്കെ. സാർ, ഞാൻ വന്നത് മറ്റൊന്നുമല്ല, എന്റെ മകൻ ജഗന്റെ വിവാഹം. ഓഹോ, അവന് കല്യാണ പ്രായമൊക്കെ ആയോ? എന്റെ പെണ്ണ് സാർ, അവൻ വാട്സപ്പ് ചാറ്റിങ്ങിലൂടെ ഒരു പെണ്ണിനെ പരിചയപ്പെട്ടു. സരയു എന്ന പെണ്ണിന്റെ പേര്. കല്യാണ കാര്യങ്ങൾ ഏറെക്കുറെ മാതാപിതാക്കളുമായി സംസാരിച്ച് ഉറപ്പിച്ചു മട്ട് പോന്നിരിക്കുക. എങ്കിലും പിന്നെ എന്താ സംശയം? കല്യാണം അങ്ങ് നടത്തിക്കോ. പിന്നെ വീട്ടുകാരുടെ ദയനീയ സ്ഥിതിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു പണത്തിലൊക്കെ ബുദ്ധിമുട്ടുള്ള കുടുംബമാണ്, ഇല്ലേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ പെണ്ണിന് ഇട്ടിറങ്ങാനുള്ള സ്വർണം, ഇപ്പൊ സ്വർണത്തിന് വലിയ വിലയല്ലേ, ആ സ്വർണമെല്ലാം ഞാൻ ഇവിടുന്ന് വഹിക്കുന്ന. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. സ്ത്രീധനത്തെ കുറിച്ച് ആ കുടുംബത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ആവശ്യത്തിന് സ്വർണം ഞാൻ ഇവിടുന്ന് അതിന്റെ പണം ഉപയോഗിക്കുന്നതായിരിക്കും. പിന്നെ കല്യാണം നമുക്കൊരു ഈവന്റ് മാനേജ്മെന്റിനെ ഏർപ്പെടുത്തിയ പോലെ. ഒരു കാര്യം ചെയ്യൂ, ഈ മണവാളന്റെ കൂടെ ഒരു 2 വണ്ടി നിറച്ച ആളുകൾ സാധാരണ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകാറാണ് പതിവ്. നമുക്ക് ഈ കല്യാണം ഒന്ന് മറിച്ചാക്കിയാലോ? പെണ്ണിന്റെ വീട്ടുകാർ 2 വണ്ടി നിറച്ച് അവരിങ്ങോട്ടേക്ക് പോരട്ടെ. കല്യാണം ഇവിടെ നടത്താം. എറണാകുളം ജില്ലയിൽ ലേ മെറിഡിയൻ, ടാച്ച് റെസിഡൻസി, ക്രൗൺ പ്ലാസ, വൈറ്റ് ഫോർട്ട്, എത്ര ഹോട്ടലുകൾ ഇവിടെയുണ്ട്, അവിടെ വെച്ച് നടത്താം. പിന്നെ മിസ്റ്റർ സായിനാഥൻ, ഇതിനുള്ള പണമെല്ലാം ഞാൻ നിർവഹിക്കുന്നതാണ്. പക്ഷേ ഈ കല്യാണത്തിൽ പങ്കുകൊള്ളാൻ ഞാൻ വരില്ല, ഞാൻ ഉണ്ടാവില്ല. അല്ല സാർ, അങ്ങനെ പറഞ്ഞാൽ ഇല്ല.
ആ കല്യാണം കാണാൻ ഞാൻ വരില്ല, എല്ലാം ആർഭാടമായി നടത്തിട്ട് യാത്ര പറഞ്ഞുകൊണ്ട് അയാൾ പിൻവാങ്ങുകയാണ്. സുഹൃത്തുക്കളെ, പിന്നെ താമസമുണ്ടായിരുന്നില്ല. ജഗന്റെയും സരയുവിന്റെയും ആ വിവാഹ തീയതി ആ ദിവസം എടുത്തൊരുങ്ങിയിരിക്കുകയാണ്. ആ ദിവസം വൈറ്റ് ഫോർട്ട് എറണാകുളത്തെ പ്രമുഖ ഹോട്ടൽ ഒരുങ്ങിയിരിക്കുന്നു. 2 വണ്ടി നിറച്ച് സംഘമുഖത്ത് നിന്ന് വധുഗ്രഹത്തിൽ നിന്ന് ബന്ധുക്കൾ ഒരു വലിയ സഹായം. ഈ സമയം കൊണ്ട് വിവാഹ മണ്ഡപത്തിലേക്ക് മണവാളനും മണവാളത്തെയും എത്തി. അപ്പോഴേക്കും പൂജാരി അങ്ങോട്ടേക്ക് വന്നു. താലി പൂജ ചെലുപ്പിക്കുക. മമ ജീവന ഗന്ധേ ഗന്ധനാമി ജീവശരദാം താലി പൂജ ചെലുപ്പിച്ചു. ആ താലി ഏറ്റുവാങ്ങി അവരുടെ കഴുത്തിൽ അങ്ങ് അണിയിക്കുക. ആ താലി ബന്ധനം കഴിഞ്ഞപ്പോ വീഡിയോ കവറേജ് നടക്കുന്നു. ഈ സമയത്ത് ജഗൻ മുഖമുയർത്തി ഹാളിന്റെ പിൻഭാഗത്തേക്ക് നോക്കുമ്പോ ആ ഹാളിന്റെ പിൻഭാഗത്ത് അവനോടൊപ്പം പിടികൂടിയ ആ 4 കൊട്ടേഷൻ ഗുണ്ടകൾ വന്ന് നിൽക്കുകയാണ്. അതെ, ഇവരെ ഒറ്റുകൊടുത്ത് ഞാൻ ബാബു സാക്ഷിയായി. അവരെ നഗരത്തിലുണ്ട്, എന്നെ തേടി വന്നിരിക്കുക. ആ വീഡിയോ കവറേജിൽ അവരുടെ ദൃശ്യവും വന്നിരിക്കുന്നു. പിന്നെ അവൻ മുഖമുയർത്തി നോക്കുമ്പോ അവരെ കണ്ടില്ല. ഏതായാലും സദ്യവട്ടങ്ങളെല്ലാം ഗംഭീരമായി നടക്കുന്നു. സദ്യവട്ടങ്ങളൊക്കെ കഴിഞ്ഞതോടുകൂടി സംഘമുഖത്തുള്ള ആ സംഘം അവർ മടങ്ങുകയാണ്. ഏകദേശം 10 മണിയോടുകൂടി സംഘമുഖത്തെത്തി. രാത്രി 10 മണിയായപ്പോ മണവറയ്ക്കകത്തിരിക്കുകയാണ് സരയും അതുപോലെ ജഗനും. അമ്മ വന്ന് വിളിക്കുന്നു, മോളെ സരയു, കുഞ്ഞെ ഉറങ്ങില്ലല്ലോ, വേഗം വാതിൽ തുറക്ക്. മോളെ, നിന്നെ കാണാൻ വാതിൽക്കൽ ഒരു ചെറുപ്പക്കാരൻ വന്ന് നിൽക്കുന്നു. അയാൾക്ക് എറണാകുളത്ത് വൈറ്റ് ഫോർട്ടിൽ കല്യാണം കൂടാൻ കഴിഞ്ഞില്ല. ഇപ്പൊ കയ്യിലൊരു പ്രസന്റേഷൻ ഒക്കെ ഉണ്ട്. വേഗം വന്ന് ആ പ്രസന്റേഷൻ വാങ്ങിച്ചോളൂ. വേഗം വന്ന് അയാളെ പറഞ്ഞയക്കാൻ നോക്ക്. അമ്മയുടെ നിർബന്ധം കൂടി വന്നപ്പോ അവൾ വാതിൽ തുറന്ന് നോക്കി മാത്രമേ കണ്ടു. വാതിൽക്കൽ നിൽക്കുന്നു, കയ്യിൽ ഒരു വലിയ പ്രസന്റേഷനുമായി കറുത്ത് തടിച്ച് തടിമാടനായ ഒരു ചെറുപ്പക്കാരൻ ശബരിനാഥ്. ശബരി, എന്ത് ഞാൻ പ്രതീക്ഷിച്ചില്ല. കല്യാണം ക്ഷണിച്ചത് വൈറ്റ് ഫോർട്ടിലേക്കല്ലേ, എന്താ ഇങ്ങോട്ടേക്ക് വന്നത്? എന്റെ സരയു, ഞാനൊരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്, ജോലി തിരക്കിനിടയിൽ എനിക്ക് അവിടെ വരാൻ കഴിഞ്ഞില്ല. കാലം വിളിച്ച് ഞാൻ വന്നിരിക്കുക. ഈ പ്രസന്റേഷൻ നമ്മൾ സ്വീകരിച്ചാലും എല്ലാവിധ വിവാഹ മംഗളാശംസകളും പോകുന്നവരുടെ എന്റെ ഭർത്താവിനെ പരിചയപ്പെട്ടില്ലല്ലോ. ജഗൻ എന്റെ കൂട്ടുകാരനാണ്, എന്റെ പ്രിയങ്കനായ സ്നേഹിതൻ ശബരിനാഥ്. ശബരി എന്റെ ഹസ്, ജഗൻ എന്റെ ഹസ്. രണ്ടുപേരും ഹസ്തദാനം ചെയ്യുന്നു. വെള്ളം കഴിക്കാനോ ഭക്ഷണം കഴിക്കാനോ നിന്നില്ല. കാറിൽ കയറി ആ കാർ യാത്രയാവുകയാണ്. പിന്നെ രണ്ടുപേരും അദ്വൈത ഘോഷയാത്രയാണ്. ജഗനും സരയും പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്നു. ഊട്ടി, കൊടക്കനാൽ, മോൾഗാട്ടി, ഇവിടെയൊക്കെ കറങ്ങി അടിച്ചു. ഒടുവിൽ ഒരു ദിവസം വന്നിരിക്കുന്നു മൂന്നാറിൽ ലിയോ കോട്ടേജ്. അവിടെ 2 ദിവസത്തേക്ക് അവർ മുറി ബുക്ക് ചെയ്തു. 2 ദിവസത്തെ ഹണിമൂൺ ജീവിതം കഴിഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ഹോട്ടലിന്റെ മുൻഭാഗത്തുള്ള റെസ്റ്റോറന്റിൽ ഒരാളിരിക്കുന്നു, കറുത്ത് തടിച്ച് തടിമാടനായ ശബരിനാഥ്. അവൾ ഭർത്താവിന്റെ കൈ തട്ടി അവൾ ഓടി ചെല്ലുകയാണ്. ശബരി, രണ്ടുപേരും അടക്കത്തിൽ എന്തൊക്കെയോ സംസാരിക്കുന്നു. അവന്റെ മനസ്സിലേക്ക് സംശയത്തിന്റെ തീനാളങ്ങൾ അങ്ങ് ആടി ഉയരുവാൻ തുടങ്ങി. ഇല്ല, ഞാൻ ഒരിക്കലും സംശയിക്കില്ല. വാട്സ്ആപ്പ് ചാറ്റിങ്ങിലൂടെ പരിചയപ്പെട്ടതാണ് എന്റെ ഭാര്യ ശരീരം. അവൾ ഒരിക്കലും എന്നെ വഞ്ചിക്കില്ല. പുതിയ കാലത്തിന്റെ സന്തതികളാണ്, അവർക്ക് പലതൊക്കെ പറയാനുണ്ടാകും. ആ സംശയത്തിന്റെ തീനാളങ്ങളെല്ലാം അയാൾ തല്ലിക്കെടുത്തുകയാണ്. നേരെ വീട്ടിലേക്ക് വന്നു. 1 മാസം പിന്നിട്ടു. അയാൾ ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഈ സദൈവിന്റെ വസതിയിൽ താമസിച്ചുകൊണ്ട് അയാൾ തിരുവനന്തപുരത്ത് മാർബിൾ വ്യവസായം അയാൾ ചെയ്തു പോരുകയാണ്. ഏതായാലും ഒരു ദിവസം അയാൾ വീട്ടിൽ വന്നു കയറുമ്പോൾ നേരം രാത്രിയായതോടെ അയാൾ ഒന്ന് ദേഹം ശുചി വരുത്തുവാൻ വാഷ്റൂമിൽ കയറി ദേഹം ശുചിയാക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോഴുണ്ട് താഴെ ടോയ്ലറ്റിന്റെ വെളിയിൽ ഒരു ആംബിയോട് കിടക്കുകയാണ്. അയാളത് കയ്യിൽ മാരകമായ ലഹരി മരുന്ന്. ശബ്ദം ഉയർന്നതോടെ അവൾ ഓടി വന്നു. നോക്ക്, ആംബിയോ മാരകമായ ലഹരി മരുന്ന്. ആരാണിത് ഉപയോഗിക്കുന്നത്? കൊള്ളാം, നല്ല ചോദ്യമാണല്ലോ മിസ്റ്റർ ജഗൻ. ഈ സ്ഥലത്തിന്റെ പേരറിയാമോ? ഈ സ്ഥലത്തിന്റെ പേരാണ് ശംഖുമുഖം. ഒരുപാട് വിദേശികൾ വരുന്ന ഒരു സ്ഥലമാണിത്.
ഏതെങ്കിലും ഒരുവൻ അവന്റെ ഉപയോഗം കഴിഞ്ഞു അവൻ ഉപേക്ഷിച്ചതായിരിക്കും. വേറെ പണിയുണ്ടോ നോക്ക്. അവിടെ അങ്ങനത്തെ പ്രതീക്ഷയായി ഇല്ല. ഇതിന്റെ ഉപഭോക്താവ് വീട്ടിൽ തന്നെയുണ്ട്. കണ്ടുപിടിച്ചിട്ടുള്ള കാര്യം ആ തീരുമാനത്തോടു കൂടിയാണ് അന്ന് ജഗൻ ഭാര്യയോടൊപ്പം ചേർന്ന് കിടന്നത്. അർദ്ധരാത്രി സമയമായപ്പോ ആ പെണ്ണ് സരിയു അവൾ പതിയെ നിൽക്കുകയാണ്. കട്ടിലേക്ക് നോക്കുമ്പോ ഭർത്താവ് നല്ല ഉറക്കം. ഉറങ്ങിയിട്ടില്ല. ജഗൻ ഉറങ്ങിയിട്ടില്ല. പാപികൊമ്പിയ പിടികളുമായി അവൻ ഇതിന്റെ ഉപഭോക്താവിനെ കണ്ടുപിടിക്കാൻ കിടക്കുകയാണ്. അവൾ അറിയുന്നില്ല. അവൾ നേരെ മേശ വലിപ്പ് വലിച്ചു തുറന്ന് ആംബ്യൂൽ എടുത്തു. അത് പൊട്ടിച്ച് സിറിഞ്ചിലേക്ക് വലിച്ചു കയറ്റി അത് കൈത്തണ്ടയിലേക്ക് തുറച്ചു കഴിക്കുന്ന സമയം ജഗൻ ചാടി എഴുന്നേറ്റു. അവന്റെ കാരണം നോക്കി. അയ്യോ, എന്ത് ഭ്രാന്താ നീ കാണിക്കുന്നത്? നിന്റെ ജീവിതമാണ് നീ തകർക്കുന്നത്. അടി കിട്ടിയപാടെ തലചുറ്റി അവളെ കട്ടിലേക്ക് മറിഞ്ഞു വീണു. അവന് മനസ്സിലായി ലഹരി മരുന്നിന് അടിമപ്പെട്ടിരിക്കുന്ന ഒരു പെൺകിടാവാണ് എന്റെ ഭാര്യ സരിയു. തന്ത്രികൾ തകരുന്നു, നാദം നിലയ്ക്കുന്നു, ഹൃദയാന്തരാളത്തിൽ ഗദ്ഗദങ്ങൾ. തന്ത്രികൾ തകരുന്നു, നാദം നിലയ്ക്കുന്നു, ഹൃദയാന്തരാളത്തിൽ ഗദ്ഗദങ്ങൾ. അടുത്ത ദിവസം നേരം പുലർന്നപ്പോ സരീവിന്റെ മാതാപിതാക്കളെ അവൻ വിളിച്ചു ചേർത്തു. അവരോട് കാര്യങ്ങളെല്ലാം പറയാൻ അവർ അമ്പരന്നു പോയി. അവൻ ജോലിക്ക് പോകുന്ന സമയം ഈ മാതാപിതാക്കൾ ലഹരി മരുന്നിന് അടിമപ്പെട്ടിരിക്കുന്ന പെൺകിടാവിനെ അവരുടെ മകളെ മുറിക്കകത്താക്കി വാതിൽ പുറത്ത് നടച്ചുകൂട്ടി. 2 ദിവസം തടവുകാരിയായി അവൾ മുറിക്കകത്ത് കഴിഞ്ഞുകൂടുകയാണ്. 2ാമത്തെ ദിവസം ആ പെണ്ണിന്റെ പ്രകൃതമാകെ മാറിക്കഴിഞ്ഞു. എനിക്ക് ലഹരി മരുന്ന് തകർക്കാൻ, ഇതെല്ലാം നശിപ്പിക്കാൻ എനിക്ക് ലഹരി മരുന്ന് വേണം. എനിക്ക് ലഹരി മരുന്ന് വേണം. ഒരു പ്രാന്തിയെ പോലെ ഒരു വിളവുന്നു. വാതിലും ജനലും എല്ലാം അടിച്ചു തകർന്നു. ഒട്ടും വൈകാതെ മാതാപിതാക്കൾ ജഗനെ ഫോൺ ചെയ്ത് വരുത്തി. അന്നനയത്തിൽ ജഗൻ അവളെ പുറത്തേക്ക് ഇറക്കി തന്റെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുകയാണ് ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക്. ഡോക്ടർ ചികിത്സ ആരംഭിക്കും മുമ്പ് ജഗനോട് പറയുന്നു, മിസ്റ്റർ ജഗൻ, നിങ്ങളുടെ ഭാര്യ ഇന്നോ ഇന്നലെയോ ലഹരി മരുന്ന് ഉപയോഗം തുടങ്ങിയതല്ല. ഇതിന് കാലങ്ങളുടെ പഴക്കമുണ്ട്. വളരെ ചെറുപ്രായം മുതലേ ഇവര് ലഹരി മരുന്നിന് അഡിക്റ്റാണ്. അതുകൊണ്ട് ഞങ്ങൾ ചികിത്സ ആരംഭിച്ചാൽ ഒരു കാര്യം പറയാനുണ്ട്. മേലിൽ നിങ്ങളുടെ ഭാര്യ ഇത് ഉപയോഗിക്കാനിട്ട് വരരുത്. നിങ്ങൾക്കിത് കാത്തു സൂക്ഷിക്കാൻ പറ്റൂ. സാർ, ചികിത്സ ആരംഭിച്ചോളൂ സാർ. എന്റെ ഭാര്യ മേലിൽ ഇനി ഈ ലഹരി മരുന്ന് ഉപയോഗിക്കില്ല സാർ, ഞാൻ ഉറപ്പു തരുന്നു. ഡോക്ടർമാർ ചികിത്സ ആരംഭിച്ചു. ഒരു 1.5 മാസം ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ആ ലഹരി വിരുദ്ധ ചികിത്സയുമായി ബന്ധപ്പെട്ട് അവൾ കഴിഞ്ഞുകൂടുകയാണ്. ആരോഗ്യം തീർത്തും മെലിഞ്ഞു, ക്ഷീണാവസ്ഥയായി. സഡഷന്റെ ആ മയക്കത്തിൽ അവൾ പലപ്പോഴും കഴിഞ്ഞുകൂടുകയാണ്. ഡോക്ടർ ഡിസ്ചാർജ് കൊടുത്ത ദിവസം ഭാര്യയും പൊക്കിയെടുത്ത് അവൻ നേരെ വരുന്നത് അവളുടെ വീട്ടിലേക്കല്ല, നേരെ എറണാകുളത്തേക്ക് വരികയാണ്. എറണാകുളത്ത് തന്റെ വസതിയിൽ ശ്രീമഠം തറവാട്ടിൽ എന്റെ മാതാപിതാക്കൾ അവളുടെ അച്ഛനെയും അമ്മയെയും ഒക്കെ കാര്യക്ഷമമായി അവിടെ നോക്കിക്കൊള്ളും. വീട്ടിൽ കൊണ്ടുവന്ന് മാതാപിതാക്കൾ അവരെ നോക്കുകയാണ്. സുഹൃത്തുക്കളെ, ഒരാഴ്ച കഴിഞ്ഞ ദിവസം ആ മനുഷ്യൻ വാതിക്കൽ വന്നിരിക്കുമ്പോൾ മുന്നിലുള്ള വീതിയേറിയ റോഡിൽ ആ പഴയ കാർ വന്ന് ചേരുന്നു. വില കൂടിയ ആ കാറിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഡോറ് വലിച്ചു തുറന്നിറങ്ങുന്ന ആളെ കണ്ടു. ക്രിസ്റ്റി എഫ് കെന്നഡി. വീർപ്പിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന ആ മനുഷ്യൻ, കയ്യിൽ വലിയൊരു ബ്രീഫ് കേസ്, കാലിൽ നിലത്തുറക്കാത്ത ഭാവം. അരികിലേക്ക് ഓടിച്ചെന്നു. എന്താ സാർ? എന്റെ മുറിയിൽ ഇരിക്കാം. അകത്ത് മുറിയിൽ കൊണ്ടുപോയി ഇരുത്തി. ഇരിക്കും സാർ. ഇതിൽ വെള്ളം തരുമോ? ഒരു ഗ്ലാസ്സിൽ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. ഒറ്റ വലിക്ക് ആ വെള്ളം വലിച്ചു കൊടുക്കുകയാണ്. ഞാനിത് വരുന്നത്
കന്യാകുമാരിയിൽ നിന്ന് എൻ്റെ മോളുടെ സ്ഥിതി നിങ്ങൾക്കറിയാമല്ലോ. ഭ്രാന്തിയായി കഴിഞ്ഞുകൂടിയ എൻ്റെ മകൻ ഇത്രയും പണം കയ്യിലുണ്ടായിട്ടും ആ ഭ്രാന്താവസ്ഥ മാറ്റുവാൻ എനിക്ക് കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, കന്യാകുമാരിയിൽ ഒരു ആശ്രമമുണ്ട്, അവിടെ കൊണ്ടുവന്നാക്കിയാൽ അസുഖമുള്ള ഭേദമാകുമെന്ന്. എൻ്റെ മോളെ അവിടെ കൊണ്ടുപോയി ചേർത്ത് ആവശ്യത്തിന് പണവും നൽകി ഞാൻ വന്നിരിക്കുക. എന്നെ സഹായിക്കണം. സമയം കിട്ടുമ്പോ എന്റെ മകളുടെ രോഗബോധം അന്വേഷിക്കാൻ നിങ്ങളൊന്ന് പോകണം. ലോക്കൽ ഗാർഡിയൻ എന്ന നിലയിൽ പേര് കൊടുത്തിരിക്കുന്നത് നിങ്ങളെ. എന്നെ സഹായിക്കണം. എനിക്ക് നീ മണ്ണിൽ കാലുറപ്പിച്ച് നിൽക്കാൻ പറ്റില്ല. കാരണം എന്തെന്നോ, എന്റെ മകളുടെ ജീവിതം തകർത്ത് അനാമികയില്ലാതാക്കിയ ആ 3 പേരുടെയും കഥ ഞാൻ അവസാനിപ്പിച്ചിരിക്കുക. അമൽദേവ് അവനെ നേരത്തെ പറഞ്ഞയച്ചു. വിൽഫ്രഡ് അല്പം താമസിച്ച എന്റെ കയ്യിൽ കിട്ടിയത് അവന്റെ കഥ തീർത്തു. 3ാമത്തവൻ സക്കീർ ഹുസൈൻ സംഭവം ഉണ്ടായ ഉടനെ അവൻ വിദേശത്ത് കടന്നിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അവനെ കണ്ടെത്തിയത്. നെടുമ്പാശ്ശേരി എയറോഡ്രോമിൽ വെച്ച് താമസം വെച്ചില്ല. അവന്റെ കരളിലേക്ക് ഇറക്കി. പക്ഷേ ആ ദൃശ്യം CCTV-യിൽ വരുവാൻ സാധ്യതയുണ്ട്. ഞാൻ പിടിക്കപ്പെട്ടാൽ കോടിക്കണക്കിന് വരുന്ന എന്റെ സ്വത്തുക്കളെല്ലാം അന്യാധീനമാകും. പാടില്ല. അതുകൊണ്ട് ആ സ്വത്തുക്കളെല്ലാം ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ഒരാളുണ്ട്. നിങ്ങളുടെ മകൻ ജഗന്റെ പേരിൽ എഴുതിയ മുഖ്യാർ രേഖകൾ, കോടിക്കണക്കിന് സ്വത്തിന്റെ മുഖ്യാർ രേഖ. ഇത് നിങ്ങളെ ഏറ്റുവാങ്ങണം, എന്നെ സഹായിക്കണം. അവന്റെ ഭാവിയിലേക്കുള്ള വളർച്ച അനുസരിച്ച് വേണ്ട രീതിയിലൊക്കെ നിങ്ങൾ എന്ത് വേണേലും ചെയ്തോളൂ. ബ്രീഫ് കേസ് തുറന്ന് 5 ലക്ഷം രൂപ കൂടി ഏൽപ്പിച്ചു. ഇത് നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ ഈ രോഗത്തിന്റെ ചികിത്സയ്ക്ക്, ജീവിത ചെലവിന് ഞാൻ ഇറങ്ങുന്നു. ഒരു കാര്യം മാത്രമേ ഞാൻ അപേക്ഷിക്കുന്നുള്ളൂ. എന്റെ മകളുടെ രോഗം അന്വേഷിക്കുവാൻ നിങ്ങൾ പോകണം. രോഗം മാറിയാൽ തിരിച്ചെന്റെ ഭവനത്തിൽ കൊണ്ടുവന്ന് അവളെ പാർപ്പിക്കണം. അത് മാത്രം. കണ്ണീർ കടങ്ങൾ തുടച്ചു മാറ്റി ആ മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങുന്നു. ഒരു കോടിപതി, ഒരു ധനാഢ്യൻ, പാവപ്പെട്ട ഒരുവന്റെ മുമ്പിൽ നിന്ന് പൊട്ടിക്കഴിയുന്ന ധൈര്യമായ കാഴ്ച നമ്മൾ കാണുകയാണ്. പണത്തിനൊന്നും ഒരർത്ഥമില്ലാത്ത സ്ഥിതിയാണ് ഈ ലോകത്തിനുള്ളത്. ആ മനുഷ്യൻ തന്റെ വണ്ടിയിൽ കയറി വാഹനം അകലേക്ക് നീങ്ങുമ്പോൾ അത്യധികം ആഹ്ലാദത്തോടു കൂടിയാണ് 2 ദിവസം കഴിഞ്ഞപ്പോ ആ മകൻ വീട്ടിൽ കയറി. ജഗന്റെ വരവ് കണ്ട അമ്മ അരികിലേക്ക് വന്നു. മോനെ, എന്താ പതിവില്ല, എന്താ ചിരി കഴിവായിട്ട്? അമ്മേ, അച്ഛന്റെ കൂട്ടുകാരുണ്ടല്ലോ, എന്റെ സ്ഥാപനത്തിന്റെ ഉടമ ക്രിസ്ത്യൻ കന്നഡി. അയാൾ രാജ്യം വിട്ടു പോയി. ഇന്നലെ അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് അയാൾ വിദേശത്തേക്ക് വിമാനം കയറി. ഈ നാട്ടിലുള്ള എല്ലാ സ്ഥാപനങ്ങളും എന്റെ ചുമലിൽ വെച്ച് ഒറ്റപ്പോക്ക്. ഞാൻ എന്താ ചെയ്യുക? എല്ലാ സ്ഥാപനവും എന്റെ കയ്യിലാണ്. ഇനി തൊഴിലാളികൾ ഓരോ സ്ഥലത്ത് ഞാൻ നിയോഗിക്കട്ടെ. ഞാൻ എന്താ ചെയ്യണത്? ആകെ വിഷമിച്ച് നിൽക്കണം. ആ പിതാവ് അത് കണ്ട് പൊട്ടിച്ചിരിക്കുന്നു. സകല സ്വത്തിന്റെയും ഉടമയായി തീർന്നിരിക്കുന്ന മകൻ ജഗൻ ഏതായാലും ഒരാഴ്ച കൂടി കഴിഞ്ഞു. അവൻ ജോലിക്കാരെയെല്ലാം ഓരോ സ്ഥലത്ത് നിയോഗിച്ചുകൊണ്ട് അവൻ വീട്ടിലേക്ക് മടങ്ങുകയാണ്. തന്റെ കാറിൽ വണ്ടിയിൽ ഇന്ധനം നിറക്കുവാൻ പെട്രോൾ ബങ്കിലേക്ക് വണ്ടി കയറ്റി ആ വണ്ടിയിൽ ഇന്ധനം നിറച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഒരുങ്ങുമ്പോ ഒരു ടവേര വാഹനം വന്ന് ചേരുകയാണ്. അവൻ ആ വണ്ടിയിലേക്ക് നോക്കുമ്പോ അകത്ത് തെളിയുന്ന ആ ബൾബിന്റെ വെളിച്ചത്തിൽ അവൻ കണ്ടു ആ 4 കൊട്ടേഷൻ ഗുണ്ടകൾ. അതെ, ഞാൻ ഒറ്റുകൊടുത്ത ലഹരി മരുന്ന് കേസിലെ ആ പ്രതി. അവൻ എന്നെ തേടുകയും ശബ്ദമുണ്ടാക്കാതെ ആ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഊടുവഴിയിലൂടെ അവൻ വണ്ടി കൊണ്ടുപോകുന്നു. ആ കാറ് അവൻ കൊണ്ടുചെന്ന് നിർത്തുന്നത് ശ്രീമഠം തറവാട്ടിലാണ്. ഗേറ്റ് തുറന്നു, കാർ പോർച്ചിൽ വണ്ടി നിർത്തി ഗേറ്റ് അടച്ചു. വീടിന്റെ പൂമുഖത്തെത്തി അവൻ കോളിംഗ് ബെല്ലിൽ വിരൽ അമർത്തുമ്പോൾ ആ വീടിന്റെ മുറിയുടെ വാതിൽ തുറക്കപ്പെടുകയായി. അമ്മ ഉറങ്ങിയില്ലേ? ഇല്ല, എനിക്ക് ഉറക്കം വരുന്നില്ല. അമ്മ ശരീരം എന്തെടുക്കുന്നു? അവിടെ മരുന്നിന്റെ ആലസ്യത്തിൽ കിടന്നോട്ടെ, അവളെ ബുദ്ധിമുട്ടിക്കണ്ട. മോൾ ഭക്ഷണം കഴിച്ചു.
ഞാൻ ആഹാരം കഴിച്ചിട്ടാ പോകുന്നത്. അമ്മ കഴിച്ചു. വേണ്ട, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട. അച്ഛൻ ഇവിടെ? അച്ഛൻ ഗുരുവായൂരിലേക്ക് പോയിരിക്കുന്നു. അവിടെ ഇന്ന് ചാക്യാർ കൂത്ത്. വെളുപ്പിന് 3 മണിക്ക് ചാക്യാർ കൂത്ത് കഴിഞ്ഞ് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമ്മയെ സ്നേഹപൂർവ്വം അയാൾ സ്വീകരിച്ച് കട്ടിൽ കൊണ്ടുപോയി കിടത്തി. പൂമുഖ വാതിലടച്ചു. ഭാര്യയോടൊപ്പം അയാൾ തന്നെ ഡ്രസ്സ് മാറി മറ്റൊന്നെടുത്ത് ധരിച്ച് അയാൾ ഉറങ്ങാൻ ആരംഭിച്ചു. അർദ്ധരാത്രി കഴിഞ്ഞ സമയമായപ്പോ ഉറക്കത്തിലേക്ക് വഴുതി വീണിരിക്കുകയാണ് ജഗൻ. എന്തോ മറിഞ്ഞു വീണ ശബ്ദം കേട്ട് അയാൾ ചാടി ഉണരുമ്പോ സ്തംഭിച്ചു പോയി. വീടിന്റെ അകത്ത മുറി ആ 4 കൊട്ടേഷൻ ഗുണ്ടകൾ, ആ ലഹരി മരുന്ന് കേസിലെ പ്രതികൾ, വടിവാൾ, ഇരുമ്പ് വടി, വാക്കത്തി, കഠാര. അവൻ ചാടി ഇറങ്ങാൻ ശ്രമിക്കുന്നു. ഇരുമ്പ് വടി കൈവശമുള്ള ഗുണ്ട ജഗന്റെ നട്ടിൽ നോക്കി വടിവാട് കൈവശമുള്ളവൻ അവന്റെ കഴുത്തിൽ അവനെ ഉപദ്രവിക്കുക. ശരീരം ചാടിയിരുന്നിട്ട് എന്റെ ഭർത്താവിനൊന്നും ചെയ്യല്ലേ, എന്റെ ഭർത്താവിനൊന്നും ചെയ്യല്ലേ. 2 പേരും കയ്യോടെ പിടികൂടി മുറിക്കകത്താക്കി വാതിൽ പുറത്ത് അടച്ചു പൊട്ടി. അമ്മ ഓടി വരുന്നു. എന്റെ മോനെ ഒന്നും ചെയ്യല്ലേ, എന്റെ മോനെ ഒന്നും ചെയ്യല്ലേ. ഒരക്രമി അവന്റെ കൈവശം വരുന്ന കഠാര അമ്മയുടെ ആർത്തനാദത്തോടെ അമ്മ തറയിൽ കിടക്കുക. രക്തത്തിൽ കുടിച്ചു കിടക്കുന്ന മകൻ ജഗൻ. അയൽവാസികളെല്ലാം കരച്ചിൽ കേട്ട് അങ്ങോട്ട് ഓടി വരുമ്പോൾ രക്തം തലം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷം. അക്രമകാരികൾ രക്ഷപ്പെട്ടു കഴിഞ്ഞു. മുറിക്കകത്ത് കിടന്ന് അലമുറയിടുന്ന സരീവിനെ അവർ വിമുക്തിയാക്കി. ഒട്ടും വൈകാതെ അമ്മയെയും മകനെയും പൊക്കിയെടുത്ത് പ്രസിദ്ധമായ കൊച്ചിയിലെ ഹോസ്പിറ്റൽ ലൈഫ് ഷോ വിദഗ്ധമായ ചികിത്സ നടക്കുക. മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ഡോക്ടർമാർ പാടുപെടുകയാണ്. പക്ഷേ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും അമ്മ ഭാരതി നങ്ങിയ ഈ ലോകത്തോടെ നന്നക്കമായി അന്ത്യയാത്ര പറഞ്ഞു കഴിഞ്ഞു. ഗുരുവായൂർ ചിത്രത്തിൽ ചാക്യാർകൂത്ത് പരിപാടി കഴിഞ്ഞ് മടങ്ങി വരുന്നു. ചലനം ചേർക്കൽ തന്റെ ഭാര്യ ആരാണ് നിന്നെ കൊലപ്പെടുത്തിയത്? നമ്മുടെ മോനെ അവനെ കൊല്ലാൻ ശ്രമിച്ചതാണ്. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ സായിനാഥൻ ചാക്യാർ പോകുന്നു. ക്ഷീണിതനാണെങ്കിലും കന്യാകുമാരിയിൽ ചെന്ന് ക്രിസ്ത്യൻ കന്യകയുടെ മകളുടെ രോഗവിവരം അന്വേഷിക്കുക. പക്ഷേ അയാൾ ചെല്ലുന്ന രോഗം നന്നായി ഭേദമാകുന്ന ഒരു ലക്ഷണമുണ്ട്. കാലങ്ങളുടെ ദീർഘമായ യാത്ര. ഇന്ന് 7 വർഷം പരിപൂർണമാവുകയാണ്. 7 വർഷം. അവൾ ഇന്ന് തടവറ ജീവിതം അവസാനിപ്പിച്ച് പുറത്തിറങ്ങുന്ന ദിവസം. ആ ദിവസം ജഗൻ അച്ഛൻ്റെ അരികിലെത്തി. അച്ഛൻ, അവളുടെ ശിക്ഷ ഇന്ന് തീരുക. അവൾ ജയിലിൽ നിന്ന് പുറത്തേക്കാണ്. അച്ഛൻ, മനുഷ്യനായ തെറ്റുപറ്റു എന്ന് പറഞ്ഞ് നമ്മൾ തെറ്റുകാരെ എന്നും തെറ്റുകാരാക്കി മാറ്റി നിർത്താം. സരീവിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ അനുവദിക്കില്ല ഞാൻ. എന്റെ ഭാര്യ, നിരപരാധിയായ എന്റെ ഭാര്യ, അവൾ മരിക്കാനിടയായത് നിന്റെ ഭാര്യ സരീവ് ഒറ്റ കാരണമാണ്. വേണ്ട, ആവശ്യത്തിന് പണം ഇപ്പൊ കയ്യിലുണ്ടല്ലോ, വയ്ക്കോ, എവിടെയെങ്കിലും പോയി ജീവിച്ചോ. അവളെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ ഞാൻ അനുവദിക്കില്ല. അലറുകയാണ് ആ മനുഷ്യൻ. അകത്തുകൾ കയറിപ്പോ അച്ഛന്റെ വാക്കിന് അല്പം പോലും വില കൽപ്പിക്കാതെ അവൻ ആ കാറിൽ കയറി വാഹനവുമായി നേരെ പോകുന്നു. സെൻട്രൽ ജയിൽ കവാടത്തിൽ വണ്ടിയിൽ നിന്നു. അവൻ പുറത്തേക്ക് ഇറങ്ങി ജയിൽ കവാടത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ 11 മണി സമയം. കവാടം തുറന്ന് അസ്ഥി മാത്ര ശേഷിയായ ഒരു പെണ്ണ് പുറത്തേക്ക് ഇറങ്ങുക. അഴിഞ്ഞ തലമുടി, കണ്ടെടുത്തിൽ കരിനീല പാടുകൾ. അവൻ ആ മുഖത്തേക്ക് നോക്കി. ആ 4 കണ്ണുകൾ തമ്മിലിടയുകയായി. മുഖമായി ആ 4 കണ്ണുകൾ